DD കിസാൻ, മാറുന്ന ഭാരതത്തിന്റെ അഭിമാനം. കർഷകനാണ് നമ്മുടെ രാജ്യത്തെ യഥാർത്ഥ ഹീറോ. അവൻ എല്ലാ ദിവസവും രാവിലെ വയലുകളിൽ പോയി തന്റെ പ്രതീക്ഷകളും തന്റെ സ്വപ്നങ്ങളും വിതയ്ക്കുന്നു. എനിക്കും പിന്നെ നിങ്ങൾക്കുമായി യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ തന്നെ. നമസ്കാരം, നിങ്ങൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കൃഷി മന്ത്രാലയത്തിന്റെയും ദൂരദർശൻ കിസാന്റെയും സംയുക്ത അവതരണം കൃഷി ചൗപാൽ. നിങ്ങളോടൊപ്പമുണ്ട് ഘനശ്യാം ഉപാധ്യായ. ഈ പരിപാടിയിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇപ്പോൾ പതിവായി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ ഷോയിൽ നമ്മൾ സംസാരിക്കുന്നത് കൃഷിയെപ്പറ്റി, കൃഷി രീതികളെപ്പറ്റി, വിത്തുകളെക്കുറിച്ച്, പ്രതീക്ഷകളെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ച്, വിജയത്തെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച്, മികവിനെക്കുറിച്ച്, ഉത്സാഹത്തെക്കുറിച്ച്, ആവേശത്തെക്കുറിച്ച്, പ്രതീക്ഷയുടെയും കഠിനാധ്വാനത്തിന്റെയും അതുല്യ സംഗമത്തെക്കുറിച്ച്. അതായത് കാര്യം നിങ്ങളുടെയും എന്റെയും. ഇന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാനായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ. അതായത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഈസ്റ്റേൺ റിസർച്ച് ക്യാമ്പസിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കും റബി വിളകളുടെ ഉൽപാദനം, വികസനം, പിന്നെ കീടനിയന്ത്രണത്തെക്കുറിച്ച്. അപ്പോൾ ഇന്ന് ഈ എല്ലാ കാര്യങ്ങളും എക്സ്ക്ലൂസീവ്ലി ഈ ഷോയിൽ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ അടുത്ത 50 മുതൽ 55 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി റിസർവ് ആക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെയുള്ളത് അത് മറ്റെങ്ങുമില്ല. ഞങ്ങളുടെ ഷോയുടെ പാരമ്പര്യം. ഷോയുടെ ആരംഭം ഒരു മികച്ച റിപ്പോർട്ടിലൂടെ തുടങ്ങാം. അത് മുഖേന നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയും. പിന്നെ അതിനുശേഷം വളരെ പ്രത്യേക വിദഗ്ധരുടെ ഒരു പ്രത്യേക പാനൽ ഓരോ സെഷനിലും നമ്മളോടൊപ്പം ചേരുന്നതാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ റിമോട്ട് അല്പം അകറ്റി വയ്ക്കൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, കാരണം ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളുടെ സ്വന്തം ഷോ. അതിന്റെ പേരാണ് കൃഷി ചൗപാൽ. അത് നമുക്ക് ആരംഭിക്കാം നിറഞ്ഞ കയ്യടിയോടെ. കൃഷിയിൽ റബി വിളകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ഗോതമ്പ്, കടുക് എന്നിവയാണ് പ്രധാന റബി വിളകൾ. ഇതിനു പുറമെ പയർ, ചോളം, പയർ, തക്കാളി, പയർ, ബീൻസ്, ഫ്രഞ്ച് ബീൻസ് എന്നിവയും റബി വിളകളാണ്. ഏത് വിളയായാലും കീടങ്ങളുടെ ഭീഷണി എപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ രാജ്യത്തുള്ള വിവിധ കാർഷിക സ്ഥാപനങ്ങൾ റബി വിളകളിൽ കീടനിയന്ത്രണം എങ്ങനെ നടത്തണമെന്ന് കർഷകർക്ക് നിരന്തരം വിവരങ്ങൾ നൽകുന്നുണ്ട്. പട്നയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഈസ്റ്റേൺ റിസർച്ച് ക്യാമ്പസും കർഷകരെ ഈ ദിശയിലേക്ക് നയിക്കുന്നു. ചിതലുകൾ ഗോതമ്പിന് വളരെയധികം നാശമുണ്ടാക്കുന്നു. പൊള്ളയായ വേരുകൾ, ചെടികളുടെ വാട്ടം, ചത്ത ചെടികളിലെ ക്രമരഹിതമായ പാടുകൾ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ചിതലുകൾ ഏകദേശം 25 മുതൽ 30% ചെടികളുടെയും മരണത്തിന് കാരണമാകുന്നു. ഇതിന്റെ പരിപാലനത്തിനായി വിതച്ചതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മണ്ണിൽ 1 ഹെക്ടറിന് 3 ലിറ്റർ എന്ന തോതിൽ ക്ലോർപൈറിഫോസ് ഉപയോഗിക്കുക. ഗോതമ്പിലെ മുഞ്ഞകളെ നിയന്ത്രിക്കുന്നതിനായി ഇമിഡാക്ലോപ്രിഡ് ഉപയോഗിക്കുക. കടുകിലെ മുഞ്ഞകളെ നിയന്ത്രിക്കാൻ കടുകിന്റെ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നടുക. നേരത്തെ നടാൻ തുടങ്ങുക. കീടങ്ങളുടെ എണ്ണം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും മഞ്ഞ സ്റ്റിക്കി കെണികൾ ഉപയോഗിക്കുക. തക്കാളിയിൽ കായ്തുരപ്പന്മാരുടെ ആക്രമണം കൂടുതലാണെങ്കിൽ 15 ദിവസത്തെ ഇടവേളയിൽ 4% വേപ്പ് നീര് ലായനി ഉപയോഗിക്കുക. വെള്ളീച്ചകളെ കണ്ടാൽ 1 ലിറ്ററിന് 1.5 മില്ലി റോഗോർ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ഇമിഡാക്ലോപ്രിഡ് എന്ന അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പയറുകളിലെ മുഞ്ഞയെ നിയന്ത്രിക്കാൻ 2 മില്ലി റോഗോർ കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ വെള്ളത്തിൽ ചേർത്ത് തളിക്കേണ്ടതാണ്. പയറ് ചെടികളിലെ മൃദുത്വം കാരണം ഔഷധ ലായനി ഇലകളിൽ തങ്ങി നിൽക്കില്ല. അതിനാൽ ലായനിയിൽ 0.5 മില്ലി സോപ്പ് അല്ലെങ്കിൽ കാൻഡോവിറ്റ് ഉറപ്പില്ല കലർത്തി തളിക്കുക. ചെടികളിലെ ഇലത്തുമ്പിനെ നിയന്ത്രിക്കാൻ മണ്ണിൽ 1 ഹെക്ടറിന് 6.87 കിലോഗ്രാം എന്ന തോതിൽ ഫ്യൂറഡാൻ 3G ഉപയോഗിക്കുക. കായ്തുരപ്പനെ നിയന്ത്രിക്കാൻ ജൈവ കീടനാശിനി ഡെൽഫിൻ BT ലിറ്ററിന് 1 ഗ്രാം എന്ന തോതിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ റബി വിളകളിൽ വിദഗ്ധരുടെ ഉപദേശത്തെ അടിസ്ഥാനമാക്കിയുള്ള സമയബന്ധിതമായ കീടനിയന്ത്രണം നിങ്ങളെ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കും.
അപ്പോൾ ഞാൻ നിങ്ങളെ റിപ്പോർട്ട് കാണിച്ചു. റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഇത് നിങ്ങൾ ഊഹിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റബി വിളകളിലെ നൂതന ഉൽപാദന സാങ്കേതിക വിദ്യയെക്കുറിച്ചും ഒപ്പം കീടനിയന്ത്രണവും. രണ്ടും അറിയേണ്ടത് നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. നമ്മളോടൊപ്പം ഈ ആദ്യ സെഷനിൽ ചില പ്രത്യേക അതിഥികൾ എത്തിച്ചേരുന്നു. ഈ കാര്യം നമുക്ക് അല്പം മുന്നോട്ട് കൊണ്ടുപോകാം. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ അനൂപ് ദാസ്, ഡയറക്ടർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഈസ്റ്റേൺ റിസർച്ച് കോംപ്ലക്സ്, പട്നയിൽ നിന്ന്. സർ, അങ്ങേക്ക് സ്വാഗതം. നമസ്തേ. എന്നോടൊപ്പം ഡോക്ടർ അരവിന്ദ് കുമാർ ചൗധരി ചേരുന്നു. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആണ്, പ്ലാന്റ് ബ്രീഡിംഗ് ICAR RCER, പട്നയിൽ നിന്ന്. ഡോക്ടർ അരവിന്ദ്, താങ്കൾക്ക് സ്വാഗതം. ചർച്ചയുടെ ഭാഗമാണ് ഡോക്ടർ രാകേഷ് കുമാർ, സീനിയർ സയന്റിസ്റ്റ് ആണ്, അഗ്രോണമി ICAR RCER, പട്നയിൽ നിന്ന്. ഡോക്ടർ രാകേഷ്, താങ്കൾക്കും സ്വാഗതം. നമസ്കാരം. അപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പരിചയപ്പെടുത്തലിന് ശേഷം ചില അറിവുകൾ പങ്കുവയ്ക്കാം, ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഏറ്റവും ആദ്യം ഡോക്ടർ അനൂപ്, താങ്കളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സർ, ഭാരതത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഏതൊക്കെ അങ്ങനെയുള്ള റബി വിളകളാണ് പ്രധാനമായും നടുന്നത്? ഇനി അഥവാ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെത്ര പ്രാധാന്യം അങ്ങ് കാണുന്നു? താങ്കളുടെ ചോദ്യത്തിന് നന്ദി. ഒന്നാമതായി, ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ നമ്മുടെ എല്ലാ റാബി വിളകൾക്കും, പ്രത്യേകിച്ച് ഗോതമ്പ്, എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, ചോളം, പച്ചക്കറികൾ എന്നിവയ്ക്ക് ഈ പ്രദേശം വളരെ പ്രധാനമാണ്. കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയിൽ നമ്മുടെ വളങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഗോതമ്പ് ഉൽപ്പാദനത്തിൻ്റെ കുറഞ്ഞത് 40%, രാജ്യത്തിൻ്റെ പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ 50% ഈ കിഴക്കൻ മേഖലയിൽ നിന്നാണ്. കൂടാതെ റബി പച്ചക്കറികളിൽ പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവ പ്രധാനമാണ്. ഇതുമൂലം രാജ്യത്തെ പയർവർഗ്ഗ ഉൽപ്പാദനത്തിൻ്റെ 1/4 നമ്മുടെ കിഴക്കൻ മേഖലയിൽ നിന്നാണ്. ബീഹാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബീഹാറിൽ ഏകദേശം 4.5 ലക്ഷം ഹെക്ടറിൽ പയർവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ ഏകദേശം 50% റാബി പയർവർഗ്ഗങ്ങളാണ്. അതിനാൽ ബീഹാറിൽ ഏകദേശം 1,00,000 ഹെക്ടറിൽ പയർവർഗ്ഗങ്ങൾ വളർത്തുന്നു. അതിൽ ഭൂരിഭാഗവും കടുക് കൃഷിയാണ്. അപ്പോൾ റബി വിളകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കർഷകരുടെ ഉപജീവന മാർഗത്തിനും അവയുടെ പോഷകമൂല്യത്തിനും ഇവ വളരെ പ്രധാനമാണ്. ശരി, നമുക്ക് പ്രേക്ഷകരിലേക്ക് പോകാം. അജയ് നമ്മോടൊപ്പം ചേരുന്നു. അജയ് ജി, എന്താണ് നിങ്ങളുടെ ചോദ്യം? ചോദിക്കൂ. ഞങ്ങളുടെ പ്രധാന വിളകൾ നെല്ലും ഗോതമ്പുമാണ്. നെല്ല്, ഗോതമ്പ് കൃഷികളിൽ നിന്ന് എങ്ങനെയാണ് കൂടുതൽ വിളവ് നേടാനാകുക എന്നറിയാൻ താല്പര്യമുണ്ട്. താങ്കളുടെ ചോദ്യത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നന്ദി. എല്ലാ കർഷകരും അല്ല, പക്ഷേ നമ്മളിൽ മിക്ക കർഷകരും ദൈർഘ്യമേറിയ നെല്ലിൻ്റെ ഇനം നടുന്നു. അപ്പോൾ ദൈർഘ്യമേറിയ ഇനം നെല്ല് നടുമ്പോൾ എന്ത് സംഭവിക്കും? നെല്ലിന് ശേഷം ഗോതമ്പ് കൃഷി ഇറക്കുന്നത് അത് വൈകുന്നു, ഗോതമ്പ് വിതയ്ക്കുന്നത് വൈകുന്നു. ഇതൊരു കാരണമാണ്. രണ്ടാമതായി, ഗോതമ്പ് വിതച്ചതിന് ശേഷം വേനൽക്കാലം അടുക്കുമ്പോൾ ശരിയായ ജലസേചന സൗകര്യങ്ങളുടെ അഭാവം കാരണം, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ താപനില ഉയരുമ്പോൾ, ഈ സമയത്ത് ഒരു വശത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ട്, മറുവശത്ത് താപനില ഉയരുന്നു. അപ്പോൾ നമ്മുടെ ഉൽപ്പാദനം, ഈ നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും വിളവ് കുറയുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് പോലുള്ള കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ. നിരവധി ഗോതമ്പ് ഇനങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് നിന്നുള്ള സംഘപ്രിയ എന്ന് വിളിക്കപ്പെടുന്ന അത്തരം ഇനങ്ങളിൽ ഒന്ന് നമുക്കുണ്ട്. അത് ഒരു ഹ്രസ്വകാല ഇനമാണ്, വരൾച്ചയെ പ്രതിരോധിക്കുന്നതുമാണ്. അതുപോലെ ഗോതമ്പിലും ചൂട് സഹിക്കാൻ കഴിയുന്ന ചില ഇനങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നേരിട്ട് 2ാം വിള വിതയ്ക്കാനും, ആദ്യ വിളവെടുപ്പിന് ശേഷം ഗോതമ്പ് വിതയ്ക്കുകയാണെങ്കിൽ ആഴം കുറഞ്ഞ ഉഴവ് നടത്താനും, അതോടൊപ്പം വിളവെടുപ്പിന് ശേഷം വിളമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാനും സംസ്കരിക്കാനും കഴിയും. അതുകൊണ്ട് നെല്ലും ഗോതമ്പും കൃഷി ചെയ്ത ശേഷം നമ്മൾ ചെറുപയർ കൃഷി ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇത് കൈകൊണ്ട് നമുക്ക് ഈ സംവിധാനത്തിന്റെ ഉൽപാദനക്ഷമത 20-30% വരെ വർദ്ധിപ്പിക്കാനും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കാനും കഴിയും. ശരി, ഡോക്ടർ അരവിന്ദും നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ അരവിന്ദ്, ഇത്തവണത്തെ ബജറ്റ് കണ്ടല്ലോ. ബജറ്റിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കർഷകർക്ക് വേണ്ടിയുള്ളത്. അതിലൊന്നായിരുന്നു പയർവർഗ്ഗ കൃഷി മേഖലയിൽ സ്വയം പര്യാപ്തത കൊണ്ടുവരിക. പയറിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നു. സർ, ഇതെല്ലാം എങ്ങനെ നടപ്പാകും? ഈ വർഷത്തെ ബജറ്റ് വ്യവസ്ഥയിൽ ഭാരത സർക്കാർ 1000 കോടി രൂപ പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദന മേഖലയിൽ സ്വയം പര്യാപ്തതയ്ക്കായി നീക്കിവെച്ചു. അതെ, ശരി. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ മസൂർ, ഈ 3 പയർവർഗ്ഗ വിളകളിന്മേൽ ഗവൺമെന്റ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. അതായത് ഈ 3 എണ്ണവും വിദേശത്ത് നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വന്നേക്കാം. ശരിയായ കാര്യം. അപ്പോൾ ഈ ഒരു ബജറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ഇത് മുഖേന കർഷകരിൽ നിന്ന് ഈ 3 പയർവർഗ്ഗ വിളകളും, ഈ 3 പയർവർഗ്ഗ വിളകളിൽ കർഷകർ എന്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചാലും അവർക്ക് ഏറ്റവും കുറഞ്ഞ വായ്പാ നിരക്കിൽ 6 വർഷത്തേക്ക് ലോൺ നൽകുമെന്ന് ഭാരത സർക്കാർ ഗ്യാരണ്ടി നൽകുന്നുണ്ട്.
ഏതൊരു കർഷകർക്കും. ശരി, മറ്റൊന്ന് അവരുടെ സംഭരണക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായും സർക്കാർ സബ്സിഡിയുടെ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ്. അതിലൂടെ സംഭരണക്ഷമത സുദൃഢമാകും. ശരി, പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, കർഷകർക്ക് ഇപ്പോൾ അവർക്ക് തോന്നും നമുക്ക് കൃത്യമായ മൂല്യം ലഭിക്കുന്നുവെന്ന്, കൃത്യമായ വില ലഭിക്കുന്നുണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായും കർഷകർ ആ വിളകളിലേക്ക് ആകർഷകരാകും. ശരി, അതായത് കർഷകർക്ക് ഉറപ്പ് ലഭിച്ചു. ചില പ്രതീക്ഷകളോടെ കർഷകർ നമ്മോടൊപ്പം ചേരുന്നു. രാംഗൃഹ് പാണ്ഡെ നമ്മോടൊപ്പം ചേരുന്നു. പ്രധാനമന്ത്രി ഇത്തവണ പ്രഖ്യാപിച്ച 150 ഇനങ്ങളിൽ വന്നിട്ടുള്ളത് അതിൽ 2 എണ്ണം ഗോതമ്പ് വിളകളാണ്. എനിക്ക് അവ ബീഹാറിൽ കൃഷി ചെയ്യാൻ കഴിയുമോ? ഡോക്ടർ അരവിന്ദ്. നന്ദി പാണ്ഡെ സാഹബ് നിങ്ങളുടെ ഈ ചോദ്യത്തിനായിട്ട്. ഇത്തവണ പ്രധാനമന്ത്രി 2 ഇനം ഗോതമ്പുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. 2 ഇനങ്ങളും ഒന്ന് HI 1665, മറ്റൊന്ന് HI 8840 ഈ 2 ഇനങ്ങളും അത് മഹാരാഷ്ട്രയിലെ, പിന്നെ കർണാടക, കൂടാതെ തമിഴ്നാട്ടിലെ സമതലങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടവയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് നടാൻ കഴിയില്ല. ഞങ്ങൾ അത് ശുപാർശ ചെയ്യുന്നില്ല നടാനായി. പക്ഷേ ബീഹാർ സർക്കാരിന് ഒരു വ്യവസ്ഥയുണ്ട്. അതായത് കുറഞ്ഞത് 3 വർഷം വരെ അത് വിവിധ സ്ഥലങ്ങളിൽ നട്ട് അതിൻ്റെ പ്രാഥമിക പരീക്ഷണങ്ങൾ നടത്തി നോക്കും. അത് പ്രാഥമിക പരീക്ഷണത്തിൽ അത് നല്ലതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീഹാർ സർക്കാരിൽ വ്യവസ്ഥയുണ്ട്. അതിനുശേഷം പിന്നീട് ബീഹാറിലെ കർഷകർക്കായും അത് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, നടാൻ കഴിയുന്നതാണ്. ശരി, അപ്പോൾ ഇത് പൂർണ്ണമായും ഇവിടെ പ്രതീക്ഷയുണ്ട്. ശരി, ഡോക്ടർ രാകേഷ് കുമാർ ഞങ്ങളോടൊപ്പം ചേരുന്നു. ഡോക്ടർ രാകേഷ്, കിഴക്കൻ ഭാരതത്തിന്റെ കാര്യം പറഞ്ഞാൽ നെല്ല്, ഗോതമ്പ് ഇവയുടെ എല്ലാം ഏറ്റവും അധികം വിളകളുണ്ട്, ഉൽപ്പന്നമുണ്ട്. പക്ഷേ ഈ വിളകളുടെ വൈവിധ്യവൽക്കരണം, ഞാൻ ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, എന്താണ് ഇതിന്റെ ഗുണങ്ങളൊക്കെ? നന്ദി, താങ്കളുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും വിള സമ്പ്രദായത്തിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിള സമ്പ്രദായത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ അരിയും ഗോതമ്പും സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകളാണ്. ഈ വിളകളിൽ വലിയ തോതിൽ പോഷകങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഭൂഗർഭ ജലവും മണ്ണിൽ നിന്ന് വളരെ വേഗത്തിൽ കുറയുന്നുണ്ട്. ഇപ്പോൾ അരിയിലും ഗോതമ്പിലും നമുക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ ആരോഗ്യത്തിന്റെ വശത്ത് നിന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീ അന്ന എന്നൊരു ബദൽ വിളയുണ്ട്. അതിൽ തിന, മില്ലറ്റ് എന്ന ധാന്യമാണ്. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം അതേ ഇൻപുട്ട് ഉപയോഗിച്ച്, അതേ ചെലവിൽ, അതേ തൊഴിൽ ഉപയോഗിച്ച് മറ്റൊരു വിള കൃഷി ചെയ്യാൻ കഴിയുമോ എന്നതാണ്. ഉദാഹരണത്തിന് തിന, ജോവർ, റാഗി എന്നിവ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അരിക്കും ഗോതമ്പിനും ഇപ്പോൾ നമ്മുടെ സർക്കാർ മിനിമം താങ്ങുവില നൽകുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. തിന വിളയ്ക്കും നല്ല വില ലഭിക്കും. രണ്ടാമതായി ലംബമായ വൈവിധ്യവൽക്കരണം. അതിൽ നമ്മൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം നടത്തുന്നുണ്ട്. അതുവഴി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നല്ല ലാഭം ലഭിക്കുകയും അവരുടെ വരുമാനവും ഉപജീവന മാർഗവും ഗണ്യമായി മെച്ചപ്പെടുകയും ചെയ്യുന്നു. ശരി, ഞങ്ങളോടൊപ്പം ചില കർഷകരുമുണ്ട്. കർഷകരെ കുറിച്ച് പറയുമ്പോൾ വനിതാ കർഷകർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. മഹിളാ കർഷകരുമുണ്ട്. സുനിതാജി നമ്മോടൊപ്പം ചേരുന്നു. സുനിതാജി, അങ്ങേക്ക് സ്വാഗതം. ചോദ്യം ചോദിച്ചോളൂ. കടുകും ഉരുളക്കിഴങ്ങും വിളവെടുത്തതിന് ശേഷം എന്ത് വിളയാണ് കൃഷി ചെയ്യാൻ കഴിയുക? നന്ദി, വളരെ നല്ലൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഉരുളക്കിഴങ്ങും കടുകും വിളവെടുത്ത ശേഷം എന്ത് കൃഷി ചെയ്യാം? കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായത് എന്തായാലും അത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിരാട് എന്ന ഇനം ചെറുപയർ 55-60 ദിവസത്തിനുള്ളിൽ വളർത്താൻ കഴിയുമെന്നാണ്. നിങ്ങൾ അത് കൃഷി ചെയ്ത് 3-4 തവണ നനച്ചാൽ നിങ്ങൾക്ക് 1 മുതൽ 1.5 ടൺ ചെറുപയർ വിളവ് ലഭിക്കും. അതോടൊപ്പം മറ്റു വിളകൾ കാരണമുണ്ടായ പോഷകാഹാര നഷ്ടവും നികത്താം. ഈ ചെറുപയർ വിളകൾ വയലിലേക്ക് നൈട്രജൻ കൈമാറ്റം ചെയ്യുന്നതിലൂടെ അത് നികത്തും. 1-2 തവണ പയർ പറിച്ചെടുത്ത ശേഷം ചെറുപയറിന്റെ മുഴുവൻ ജൈവ അവശിഷ്ടങ്ങളും മണ്ണിൽ കലർത്തിയാൽ നമ്മുടെ ഭൂമി പുനരുജ്ജീവിപ്പിക്കപ്പെടും. വർഷങ്ങളോളം നമുക്ക് ആവശ്യമായ വിളവ് ലഭിക്കും. നിങ്ങൾക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. കൂടുതൽ പണം സമ്പാദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോൾ മാർക്കറ്റിംഗ് ലോകത്ത് ജീവിക്കുന്നതിനാൽ ഇപ്പോൾ ബേബി കോൺ ഉണ്ട്. ബേബി കോൺ കൃഷിക്ക് ഇതാണ് ശരിയായ സമയം. ഇപ്പോൾ നമുക്ക് സമാനമായ നിരവധി നല്ല ഇനങ്ങളുണ്ട്. HM4 പോലെ കൃഷി ചെയ്താൽ 60-65 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. ബേബി കോണിന്റെ വിപണിയിലെ വില നോക്കൂ. 1 കിലോഗ്രാം ബേബി കോൺ വാങ്ങാൻ നിങ്ങൾക്ക് 200-250 രൂപ ചെലവാകും. നഗരപ്രാന്ത പ്രദേശങ്ങളിലെ കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുന്നതിന് ഇത് വളരെ സഹായകരമാകും. ശരി, അപ്പോൾ പല ഓപ്ഷനുകളുമുണ്ട് നമുക്ക് സ്വീകരിക്കാവുന്നവ. ഡോക്ടർ സാർ പറഞ്ഞതുപോലെ. പക്ഷേ ഇനി ഡോക്ടർ അനൂപ് താങ്കളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സാർ, ഈ ഗ്രെയിൻസ് പെർ ലാൻഡ് എന്നൊരു പ്രശ്നമുണ്ടല്ലോ, അത് വലിയൊരു പ്രശ്നമാണ്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് അങ്ങൊന്ന് പറഞ്ഞു മനസ്സിലാക്കാമോ?
പക്ഷേ ഇതുകൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കാട്ടെ, ഏത് റബി വിളയാണ് ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, ഉപയുക്തമായുള്ളത്? മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഭൂമിയിലാണ് ഗ്രെയിൻസ് പെർ ലാൻഡ് പ്രശ്നമുള്ളത്. നെൽകൃഷി കഴിഞ്ഞാൽ പാടങ്ങൾ ശരി. ശൂന്യമായി തന്നെ തുടരും. കാരണം ഒരിക്കൽ നെല്ല് വിളവെടുത്ത് കഴിഞ്ഞാൽ ഈർപ്പം ബാഷ്പീകരിക്കപ്പെടുന്നത് കൊണ്ടോ ജലസേചനത്തിന്റെ അഭാവം കൊണ്ടോ മറ്റു ചില സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമോ അത് ശൂന്യമായി തന്നെ തുടരും. എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നമ്മൾ ഇതിനോടകം തന്നെ എണ്ണക്കുരുക്കളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ വയലുകളിൽ എണ്ണക്കുരുക്കളും പയർവർഗ്ഗങ്ങളും കൃഷി ചെയ്യുകയും മണ്ണിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുകയും നല്ല വിളവ് നേടുകയും ചെയ്താൽ ഈ പ്രദേശങ്ങളിൽ നിന്ന് കുറഞ്ഞത് 5-7 ദശലക്ഷം ടൺ എണ്ണക്കുരുക്കളും പയർവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ പയർവർഗ്ഗങ്ങളുടെയും എണ്ണക്കുരുക്കളുടെയും ആവശ്യകതയെ ഇത് ഒരു പരിധിവരെ നിറവേറ്റുകയും ചെയ്യും. അപ്പോൾ താങ്കൾക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ കഴിയും? അതെ, കഴിയും. ഡോക്ടർ അരവിന്ദ്, താങ്കളിലേക്ക് വരികയാണ്. സാർ, പയർവർഗ്ഗങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്, ഗോതമ്പിനെ കുറിച്ച് സംസാരിക്കുന്നു, കിഴക്കൻ മേഖലയെ കുറിച്ച് പറയുന്നു. അപ്പോൾ വിളവിന്റെ കാര്യത്തിൽ ഈ പ്രദേശത്ത് നിങ്ങൾ കാണുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? വിളവിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഗോതമ്പുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, എണ്ണക്കുരു കൃഷിയുണ്ട്, റബി സീസണിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ വിളകളൊക്കെ കർഷകർ ഇവിടെ നടുന്നുണ്ട്. പിന്നെ എൻ്റെ നോട്ടത്തിൽ നല്ലതാണ്, കർഷകർക്ക് വരുമാനത്തിലും വർധനം ഉണ്ടാക്കുന്നുണ്ട്. ഈ റബി വിളകള്, പ്രകൃതി വിഭവങ്ങൾ, അതായത് മണ്ണ്, ജലം, വായു, ഈ ജൈവ വൈവിധ്യങ്ങൾ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, സംരക്ഷിക്കുന്നു? 30 സെക്കൻഡിൽ ഉത്തരം തരാമോ? ഒരു ബ്രേക്കിലേക്ക് പോകാം. പരമ്പരാഗത കർഷകരും സാമ്പ്രദായിക കർഷകരും വയലിലെ മണ്ണ് ശക്തമായി ഉഴുതുമറിച്ച ശേഷമാണ് കൃഷി ചെയ്യുന്നത്. ഈ പ്രക്രിയകളിൽ ഞങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തി അവിടെ ഞങ്ങൾ അവരോട് ഉഴുതാതെ മണ്ണിൽ വിത്ത് വിതയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഹ്രസ്വകാല വിളകൾ നടാൻ ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ സസ്യ അവശിഷ്ടങ്ങളുടെ 30% വയലിൽ ഉപേക്ഷിച്ച് സീറോ ബജറ്റ് കൃഷി ഉപയോഗിച്ച് ഗോതമ്പ് കൃഷി ചെയ്യാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. കൂടാതെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ കൃഷി ചെയ്യാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നു. വയലിൽ വിളയില്ലാത്ത സമയത്ത് നടുന്ന ഇടക്കാല വിളകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. സീറോ ബജറ്റ് കൃഷി രീതി ഉപയോഗിച്ച് വെറും 50-60 ദിവസത്തിനുള്ളിൽ ഈ രീതികൾ ഉപയോഗിച്ച് ഒരു ഹെക്ടറിന് 5-8 ടൺ ധാന്യം വിളവെടുത്തിരുന്ന ഒരു പരമ്പരാഗത കർഷകന് ഇപ്പോൾ ഒരു ഹെക്ടറിന് 12-15 ടൺ വിളവ് ലഭിക്കും. കൂടാതെ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം വലിയ അളവിൽ ഒപ്റ്റിമൈസ് ചെയ്യാനും നമുക്ക് കഴിയും. മാത്രമല്ല കർഷകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യും. ശരി സർ, ഒരു ചെറിയ ബ്രേക്കിനായി ഇവിടെ നിർത്തുകയാണ്. ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇന്ന് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള പരിഹാരം ഈ വേദിയിൽ തന്നെ നടക്കും. എന്ത് ചെയ്യണം? അല്പനേരത്തേക്ക് നിൽക്കൂ, എന്നിട്ട് ഞാൻ മടങ്ങിയെത്താം. സെഷൻ മുന്നോട്ട് കൊണ്ടുപോകും. കൈയടിയോടെ ബ്രേക്കിലേക്ക് പോകുന്നു. ബ്രേക്കിന് ശേഷം വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നു കൃഷി ചോപ്പാൽ. ഈ സെഷനിൽ നമ്മൾ സംസാരിക്കും റബി വിളകളിൽ കീടനിയന്ത്രണത്തെക്കുറിച്ച്. ഇക്കാര്യം ഞാനല്ല പറയുന്നത്, എന്നോടൊപ്പം മറ്റു ചില വിശിഷ്ടാതിഥികൾ ചേരുന്നുണ്ട്. ഞാൻ ഓരോരുത്തരെയായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ മുഹമ്മദ് മൊണബ്രുല്ല സർ, പ്രധാന സയന്റിസ്റ്റ് ആണ് കീടശാസ്ത്രം, അട്ടാരി പട്നയിൽ നിന്ന്. സ്വാഗതം സർ. നമസ്കാരം. എന്നോടൊപ്പം ചർച്ചയിൽ ചേരുന്നു ഡോക്ടർ ജയ്പാൽ ചൗധരി, സീനിയർ സയന്റിസ്റ്റ് ആണ് കീടശാസ്ത്രത്തിൽ, ICAR RCER നിന്ന് ചേരുന്നു, റാഞ്ചിയിൽ നിന്നും. സർ, സ്വാഗതം അങ്ങേക്ക്. നമസ്കാരം. പിന്നെ എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ റാം കേവൽ സർ, സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ്, സസ്യസംരക്ഷണം കൃഷി വിജ്ഞാന കേന്ദ്രം, ബക്സറിൽ നിന്നും. ഡോക്ടർ റാം കേവൽ, സ്വാഗതം അങ്ങേക്ക്. അപ്പോൾ വരൂ, തുടക്കം അങ്ങയിൽ നിന്നാകട്ടെ സർ. സർ, ഏറ്റവും ആദ്യം അങ്ങയിൽ നിന്ന് അറിയേണ്ടത് എന്തെന്നാൽ, സത്യത്തിൽ നമ്മൾ കാണാറുണ്ട് സംഭരണ സമയത്ത് ധാന്യങ്ങളിൽ പലവിധത്തിലുള്ള കീടങ്ങൾ വരുന്നുണ്ട്. അതിലൂടെയുള്ള നഷ്ടങ്ങൾ നമ്മളും കർഷക സഹോദരങ്ങളും സഹിക്കുന്നുണ്ട്. ഈ മാനേജ്മെന്റ് മനസ്സിലാക്കൂ സാർ, ഈ നഷ്ടം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ചിലപ്പോൾ ചില കീടങ്ങൾ നിങ്ങളുടെ ഗോഡൌണിലേക്കോ നിങ്ങളുടെ കളപ്പുരയിലേക്കോ വയലിൽ നിന്ന് നേരിട്ട് എത്താറുണ്ട്. ചിലത് ഗതാഗത സമയത്ത് നിങ്ങളുടെ ധാന്യവുമായി വരുന്നു. ചിലത് നിങ്ങളുടെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ ധാന്യങ്ങളിൽ നിന്നുള്ളവയാണ്. ഇതിനുള്ള പരിഹാരമായി നിങ്ങളുടെ ധാന്യം വിളവെടുത്ത് ശരിയായി വൃത്തിയാക്കിയ ശേഷം ധാന്യത്തിലെ ഈർപ്പം 10 മുതൽ 12% വരെ മാത്രം അവശേഷിപ്പിച്ച് വെയിലത്ത് ഉണക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനാൽ ഇതാണ് ഒരു പ്രധാന രീതി. രണ്ടാമതായി, ധാന്യങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾ പുതിയ ബാഗുകൾ ഉപയോഗിക്കണം. പഴയ ബാഗുകളോ സംഭരിച്ച ബാഗുകളോ ഉപയോഗിക്കണമെങ്കിൽ അവ മാലത്തിയോൺ ഉപയോഗിച്ച് ചികിത്സിച്ച് തണലിൽ ഉണക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അവ ഉപയോഗിക്കാൻ കഴിയൂ. രണ്ടാമതായി, നിങ്ങളുടെ സംഭരണ കേർണലുകൾ ശരിയായി വൃത്തിയാക്കുക. തറ വൃത്തിയാക്കുക. തറയിലെ വിള്ളലുകളിൽ പ്രാണികൾ, ലാർവകൾ, മുട്ടകൾ, പ്യൂപ്പകൾ എന്നിവ ചുറ്റും കിടക്കുന്നുണ്ടാകാം. മാലത്തിയോൺ ലോഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കളപ്പുര നന്നായി വൃത്തിയാക്കി നന്നായി പരിപാലിക്കുക. ശരി, അങ്ങനെ ചെയ്താൽ അത് ഫലപ്രദമാണ്. അതെ, നല്ല റിസൾട്ട് ലഭിക്കും. ചില കർഷകർ ചേരുന്നു, അവരുടെ ചോദ്യം നമുക്ക് കേൾക്കാം. സഞ്ജയ് നമ്മളോടൊപ്പം ചേരുന്നു, സഞ്ജീവ് കുമാർ സിംഗ്. സഞ്ജീവ് ജി, സ്വാഗതം അങ്ങേക്ക്. ചോദ്യം ചോദിച്ചോളൂ. ഹലോ സാർ, എൻ്റെ ചോദ്യം ഇതാണ്.
വിളയിൽ കീടബാധയുണ്ടായാൽ ഏതു മരുന്നാണ് ഉപയോഗിക്കേണ്ടത്? കർഷക സഹോദരന്മാരെ, കർഷകർ അവരുടെ കൃഷിയിടങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാണികളെ കാണുന്നിടത്തെല്ലാം അവർ രാസകീടനാശിനികൾ പ്രയോഗിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ കർഷക സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ ഓരോ വിളയ്ക്കും ഓരോ പ്രാണിക്കും ഒരു ETL മൂല്യം ഉണ്ടാക്കിയിരിക്കുന്നു. ഏത് പ്രാണിയിൽ ഏത് വിളയിൽ എത്ര അളവിൽ എത്ര കീടനാശിനി ഉപയോഗിക്കണമെന്ന് ഇത് ശുപാർശ ചെയ്യുന്നു. എക്സ്പേർട്സിനോട് ചോദിച്ച ശേഷം മാത്രമേ നിങ്ങൾ രാസകീടനാശിനികൾ പ്രയോഗിക്കാവൂ. ഉദാഹരണത്തിന്, നിങ്ങൾ കടുക് കൃഷി ചെയ്യുകയാണെങ്കിൽ കടുക് പൂക്കുമ്പോൾ, അതായത് ചെടി പൂവിടുന്ന ഘട്ടത്തിൽ വിളകളിലെ മുഞ്ഞകളുടെ എണ്ണം 15 മുതൽ 20% വരെ ആണെങ്കിൽ നിങ്ങൾ അവിടെ രാസകീടനാശിനികൾ പ്രയോഗിക്കും. ശരി, ഡോക്ടർ ജയ്പാൽ ചൗധരി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ജയ്പാൽ, പീഠഭൂമി മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ബീൻസ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിളയാണ്. പക്ഷേ ബീൻസിന്റെ ഏത് ഇനമാണ്? പിന്നെ ടോപ്പിക് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കീടനിയന്ത്രണം ഈ ഏരിയയിൽ എങ്ങനെ ചെയ്യാൻ കഴിയും? 2 തരം ഇനങ്ങളുണ്ട്. ഒന്ന് വള്ളിപ്പയർ, മറ്റൊന്ന് കുറ്റിച്ചെടി ബീൻസ്. ക്രീപ്പർ ഇനങ്ങളിൽ ഒന്ന് സ്വർണ്ണ ഉത്കൃഷ്ടാണ്. ഇതൊരു ദീർഘകാല വിളയാണ്. ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നിങ്ങൾ ഇത് ശരിയായ സമയത്ത് നട്ടുപിടിപ്പിച്ചാൽ നിങ്ങൾ സ്വർണ്ണ ഉത്കൃഷ്ട് ഇനം കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കണം. നട്ട് 90 ദിവസത്തിനു ശേഷം വിള പൂക്കാൻ തുടങ്ങും. ആദ്യ വിളവെടുപ്പ് 120 ദിവസത്തിനുള്ളിൽ നടത്താം. ഈ ഇനത്തിന് വളരെ നല്ല വിളവ് ലഭിക്കും. ഈ ഇനത്തിൽ നിന്ന് നിങ്ങൾക്ക് 135-140 ടൺ ബീൻസ് പയർ വിളവ് ലഭിക്കും. ഒന്ന് സ്വർണ്ണ സമ്പൂർൺ, മറ്റൊന്ന് സ്വർണ്ണ വിശിഷ്ട്. ഈ ഇനങ്ങളും നടാവുന്നതാണ്. ഈ ഇനങ്ങൾ നേരത്തെ പൂവിടുന്നവയാണ്. ഇവയ്ക്ക് രോഗങ്ങളോടും കീടങ്ങളോടും പ്രതിരോധ ശേഷിയുണ്ട്. അതുകൊണ്ട് കീടശല്യവും രോഗങ്ങളും കുറവാണ്. ഇത് കർഷകർക്ക് ഗുണം ചെയ്യും. ബുഷ് ബീൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കർഷകർ വെളുത്ത പയർ ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്വർണ്ണ ഋതുവർ ഇനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം. മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിൽ നിങ്ങൾക്ക് അവ നടാം. നല്ല വിളവ് ലഭിക്കും. പിന്നെ അർക്ക വിജയ്, ഇതൊരു ബാംഗ്ലൂർ ഇനമാണ്. ഈ ഇനങ്ങൾ പീഠഭൂമികളിലും നടാം. നിങ്ങൾക്ക് ഈ ഇനങ്ങളൊക്കെ നടാം. ഇനി ഈ വിളകളിലെ കീടങ്ങളെക്കുറിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സുരക്ഷിതമായ സമയത്ത് ഇവ നട്ടുപിടിപ്പിച്ചാൽ ഇരട്ടവാലൻ എന്നറിയപ്പെടുന്ന കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാം. വേപ്പ് അടിസ്ഥാനമാക്കിയുള്ള കീടനാശിനികൾ, അസാഡിരാക്റ്റിൻ പോലുള്ളവ 1 ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി എന്ന തോതിൽ 10,000 ppm ലായനി കലർത്തി ഒരു തവണ തളിക്കുന്നത് ഇരട്ടവാകാൻ ബാധിപ്പ് നീക്കം ചെയ്യും. ആദ്യ വിളയിൽ കൂടുതൽ തണ്ടുതുരപ്പൻ ആക്രമണം ഉണ്ടാകും. അത് നിയന്ത്രിക്കുന്നതിന് ഫ്ലൂബെൻഡിയാമൈഡ് 39.35% SC ഫോർമുലേഷൻ ലഭ്യമാണ്. ആവശ്യമെങ്കിൽ കർഷകർക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 0.4 മില്ലി ലായനി ഉപയോഗിച്ച് ഒരു ലായനി തളിക്കാം. ശരി, ചില കർഷകർ നമ്മോടൊപ്പം ചേരുന്നു. നീലം നമ്മോടൊപ്പം ചേരുന്നു. നീലം ജി, സ്വാഗതം. അങ്ങേക്ക് ചോദ്യം ചോദിച്ചോളൂ. എന്റെ ചോദ്യം ഇതാണ് സർ. ഞങ്ങൾ പയറും തുവരപ്പരിപ്പും കൃഷി ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കായകൾ രൂപപ്പെടുന്ന സമയത്ത് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ദയവായി ഇതിനെന്തെങ്കിലും പ്രതിവിധി നിർദ്ദേശിക്കൂ. കായകൾ തിന്നുന്ന കീടങ്ങളുടെ ആക്രമണം പയറ്, തുവരപ്പരിപ്പ് വിളകളിലാണ് കാണപ്പെടുന്നത്. ഈ കീടങ്ങൾ സർവ്വബുക്കുകളാണ്. അതായത് ഈ വിളകൾക്ക് പുറമെ തക്കാളി, മുളക്, മറ്റ് എല്ലാ വിളകളിലും ഇത് കാണപ്പെടുന്നു. ഈ കീടത്തിന്റെ ശാസ്ത്രീയ നാമം ഹെലിക്കോവർപ്പ ആർമിഗേര എന്നാണ്. ഇത് തടയാൻ 30-35% പൂവിടുമ്പോൾ കായ്കൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ആദ്യ കീടനാശിനി തളിക്കണം. കൃമിനാശിനികളും തളിക്കണം. കീടനാശിനികളുടെ ആദ്യ തളിക്കൽ നിർദ്ദിഷ്ട രീതിയിൽ ചെയ്യണമെന്ന് ഓർമ്മിക്കുക. ഇതിനായി പ്രത്യേക ജൈവ കളനാശിനിയുണ്ട്. അതായത് HANPV 250 LE. ഇത് ഓരോ ഹെക്ടറിലും തളിക്കുക. HANPV ലഭ്യമല്ലെങ്കിൽ BT പൊടി ലഭ്യമാണ്. ഏക്കറിന് 400 ഗ്രാം BT പൊടി തളിക്കുക. 30% കായകൾ രൂപപ്പെടുമ്പോൾ ഈ തളിക്കൽ നടത്തണം. അതാണ് തളിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. പിന്നീട് വിളയിൽ ഈ കീടത്തിന്റെ ആക്രമണം രൂക്ഷമാകുകയാണെങ്കിൽ രാസകീടനാശിനി പ്രയോഗിക്കണം. രാസകീടനാശിനികളുടെ കീഴിൽ കായ്കളിൽ ആക്രമണം വളരെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ലാംഡ സൈഹാലോത്രിൻ ഉപയോഗിക്കാം. ഈ കീടനാശിനി വിപണിയിൽ ലഭ്യമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 1.5 മില്ലി കലർത്തി പയറ്, തുവരപ്പരിപ്പ് വിളകളിൽ തളിച്ച് ഈ കീടങ്ങളെ ഇല്ലാതാക്കാം. ശരി, പിന്നെ ഇനി ഡോക്ടർ രാം കേവൽ സർ അങ്ങയോടൊപ്പമാണ്. സർ, 2 തരം കീടനിയന്ത്രണത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സംയോജിതവും പിന്നെ ജൈവ കീടനിയന്ത്രണവും. വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഇതെന്താണ് സാർ? ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? വിള ഉൽപാദനത്തിലും വിള സംരക്ഷണത്തിനും ഇടയിൽ ഒരു ഏകോപിത സംവിധാനമുണ്ട്. ഇതിന്റെ മുഖ്യ ഉദ്ദേശമാണ് വിള ഉൽപാദനത്തിലും പിന്നെ വിള സുരക്ഷയ്ക്കും ഏത് വിധത്തിൽ നമ്മൾ ഒരു വിധത്തിൽ സുരക്ഷ ഉണ്ടാക്കുക. അതിലൂടെ കീടങ്ങൾ ഉണ്ടാകുന്നത് ആ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുന്നതിനായി
മെക്കാനിക്കലായാലും ജൈവവിധിയായാലും രാസരീതിയായാലും ഇത്തരത്തിൽ നമ്മൾ പ്രയോഗിക്കണം. സാമ്പത്തികമായി അത് ചിലവ് കുറഞ്ഞതായിരിക്കണം, സാമൂഹികമായി സ്വീകരിക്കപ്പെട്ടതാകണം, പരിസ്ഥിതിയുടെ കാര്യത്തിൽ നോക്കിയാൽ സുരക്ഷിതമായിരിക്കണം. അപ്പം ഇതെല്ലാം ചേർത്ത് ഏത് വിധത്തിലാണോ നമ്മൾ പ്രയോഗിക്കുന്നത്, അതായത് ആ കീടങ്ങൾ സാമ്പത്തികമായി നമ്മെ ബാധിക്കുന്നത് അത് മുകളിലേക്ക് പോകരുത്. കീടങ്ങളുടെ ആക്രമണം സാമ്പത്തിക ക്ഷതത്തിൽ താഴെയായിരിക്കണം. അത് ശരി. കാരണം കീടങ്ങൾ നമ്മുടെ വയലിൽ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. അത് നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഇല്ലാതാക്കാൻ പാടില്ല, ഇല്ലാതാക്കുകയും അരുത്. അതിന്റെ എണ്ണം അത്ര കൂടാൻ പാടില്ല. നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ. അത് നമ്മുടെ പരിസ്ഥിതിയുടെ ഒരു ഭാഗമാണ്. പിന്നെ നിങ്ങളുടെ മറ്റൊരു ചോദ്യമാണ് ജൈവികമായ നിയന്ത്രണം. ജൈവികമായ നിയന്ത്രണത്തിൽ ജൈവ രീതിയിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല. അത് വളരെയധികം പരിസ്ഥിതിയിൽ, മണ്ണിൽ നമ്മുടെ സൗഹൃദ ഫംഗസുകൾ, സൗഹൃദ ബാക്ടീരിയകൾ, സൗഹൃദ വൈറസുകൾ, സൗഹൃദ നിമാവിരകൾ എന്നിവയെല്ലാം ഉണ്ട്. ഇതെല്ലാം ഹാനികരമായ കീടാണുക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മൾ ജൈവികമായി നിയന്ത്രിക്കണം. അപ്പോൾ അതിനായി നമുക്ക് നമ്മുടെ പക്കൽ ഫഫൂദ് മെറ്ററീസിയം ഉണ്ട്, മെറ്ററീസിയം അനീസോപ്ലിയ ഉണ്ട്. നമ്മുടെ പക്കൽ ബാക്ടീരിയയ്ക്ക് BT പൗഡർ ലഭിക്കും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നിമറ്റോഡിനായി ലഭിക്കുന്നു നമുക്ക്. പിന്നെ വൈറസിനായി നമുക്ക് HNV-യും ലഭിക്കുന്നതാണ്. ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമാണ്. പരിസ്ഥിതിക്കൊരു ദോഷവും വരുന്നില്ല. സൗഹൃദ ജീവികളെയും സംരക്ഷിക്കുന്നുണ്ട് സാർ. എന്റെ ചോദ്യം കഴിഞ്ഞു സാർ. പക്ഷേ കർഷകരും വന്നിട്ടുണ്ട്. തീർച്ചയായും. നമസ്കാരം സാർ. എൻ്റെ ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, പയർ തുടങ്ങിയ വിളകളിൽ എലിശല്യമുണ്ട്. ദയവായി ഇതിനുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ സാർ? എലികളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയി പൊത്തുകളെല്ലാം തന്നെ നമ്മൾ അടയ്ക്കണം. 2-ാം ദിവസം നമുക്ക് കാണാൻ കഴിയും എവിടെയെല്ലാം എലികളെ കാണുന്നുണ്ടോ ആ പൊത്തുകളെല്ലാം തുറന്നു തന്നെ ഇരിക്കുന്നതാണ്. 2-ാം ദിവസം എന്ത് ചെയ്യിക്കണം, ആ പൊത്തുകളിൽ, ആ തുറന്നിരിക്കുന്നവയിൽ അവിടെ നമ്മൾ ചണവിത്ത് അല്ലെങ്കിൽ ഗോതമ്പ് ധാന്യം വെച്ച് കൊടുക്കണം. അതിലൂടെ നമുക്കറിയാൻ കഴിയും അവ കഴിക്കുന്നുണ്ടോ എന്ന്. കാരണം ആദ്യ ദിവസം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, വിഷം വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കില്ല. അതുകൊണ്ട് നമ്മൾ 2 ദിവസം അങ്ങനെ വെക്കണം. ചണവിത്തോ ധാന്യമോ വെക്കണം. കഴിക്കാനുള്ള ശീലം വളർത്തണം. 3-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ചണവിത്തിൽ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ആ ധാന്യമണികൾ, അതിൽ നിങ്ങൾ 98% സിങ്ക് ഫോസ്ഫേറ്റ് കിട്ടും. പിന്നെ 2 ഭാഗം അതിൽ നിങ്ങൾ ചണവിത്ത് ഒരു 98%, 2% സിങ്ക് ഫോസ്ഫേറ്റ്. അത് നന്നായി യോജിപ്പിക്കണം. അല്പം കടുകെണ്ണ ചേർത്തിട്ട് എവിടെയൊക്കെ പൊത്തുകളുണ്ടോ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എലികൾ അത് പെട്ടെന്ന് കഴിക്കും, പെട്ടെന്ന് അവ മരിച്ചു പോകും. ഡോക്ടർ മുനബ്രുള്ള, ബീഹാറിൽ റബി വിളയെക്കുറിച്ച് പറയുമ്പോൾ ചോളം വളരെ പ്രധാനപ്പെട്ട വിളയാണ്. ചോളത്തെ എങ്ങനെ, കീടനിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു? റബി വിളകളിൽ ഖാരിഫ് വിളകളെ അപേക്ഷിച്ച് കീടങ്ങളുടെ ആക്രമണം കുറവാണ്. ഫാൾ ആർമി വേം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനെ മലയാളത്തിൽ വിറങ്ങി വണ്ട എന്ന് വിളിക്കുന്നു. വിറങ്ങി വണ്ടയുടെ ആക്രമണം ഇക്കാലത്ത് ബീഹാറിൽ വ്യാപകമായി കാണപ്പെടുന്നുണ്ട്. ഈ കീടം വളരെ പഴക്കമുള്ള ഒരു കീടമല്ല. 1998 അമേരിക്കയിൽ നിന്നാണ് ഇത് നമ്മുടെ രാജ്യത്ത് എത്തിയത്. ഈ കീടത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭക്ഷണത്തിനായി ഇത് ഒരു രാത്രിയിൽ 100 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നു എന്നതാണ്. പ്രത്യുൽപാദനത്തിൻ്റെ കാര്യത്തിൽ ഒരു പെൺ കീടം ഏകദേശം 800 മുതൽ 1000 വരെ മുട്ടകളിടും. അതുകൊണ്ട് ആഴ്ചയിൽ 2-4 ദിവസത്തിലൊരിക്കൽ നിങ്ങളുടെ വിളകൾ പരിശോധിക്കുക. ഈ കീടത്തിനായി ചില ഫെറോമോൺ കെണികൾ സ്ഥാപിക്കുക. ചോളത്തെ ആക്രമിക്കുന്ന പ്രധാന പ്രാണികളിൽ ഒന്ന് കട്ടുവേമാണ്. ഇത് കൂടുതൽ പെരുകും. ഇതിനെ കുഴൽപ്പുഴു എന്നും വിളിക്കുന്നു. ചെടിയുടെ മൃദുവായ ചില്ലകൾ മുളയ്ക്കുന്നതിനാൽ ഈ കീടം അല്ലെങ്കിൽ ഇതിൻ്റെ ലാർവകൾ അത് ചോളം ചെടിയെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് തന്നെ മുറിക്കുന്നു. രണ്ടാമതായി ഇതിന് ചിതൽ ആക്രമണവും ഉണ്ട്. ഇതിന് മുഞ്ഞയുടെ ആക്രമണവും ഉണ്ട്. ഇതിനും തണ്ടുതുരപ്പൻ ബാധയുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിറങ്ങി വണ്ട ആക്രമണമാണ്. അത് ഏറ്റവും മോശമാണ്. കർഷകർ ഓരോ കീടത്തിനും വ്യത്യസ്തമായ നിയന്ത്രണ രീതികൾ സ്വീകരിച്ചാൽ അവർക്ക് വളരെയധികം പണം ചെലവാകും. അതുകൊണ്ടാണ് നമ്മൾ IPM പാക്കേജ്, സംയോജിത കീടനിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ഓരോ വിളയ്ക്കും, ചോളം കൃഷിക്ക് നമ്മൾ ഒരു സംയോജിത കൃഷി സമ്പ്രദായം ഉണ്ടാക്കുന്നു. കർഷകർ തുടക്കത്തിൽ ചോളം വിതയ്ക്കുമ്പോൾ അവർ അവരുടെ വയലുകൾ നന്നായി ഉഴുതുമറിക്കണം. മണ്ണിനടിയിൽ പ്യൂപ്പൽ ഘട്ടത്തിലുള്ള കുഴൽപ്പുഴു പുറത്തു വരികയും അവ സൂര്യപ്രകാശത്തിൽ മരിക്കുകയും ചെയ്യും. വേട്ടക്കാരായ പക്ഷികൾ പറന്നുവന്ന് അതിൻ്റെ ലാർവകളെയും പ്യൂപ്പകളെയും തിന്നും. അങ്ങനെ ഈ കീടത്തെ നിയന്ത്രിക്കാം. രണ്ടാമതായി, വിള നട്ടുപിടിപ്പിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് വളർന്നു കഴിഞ്ഞാൽ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് വേപ്പ കീടനാശിനികൾ ഉപയോഗിക്കാം. വ്യത്യസ്ത വ്യാപാര നാമങ്ങളിൽ വിപണിയിൽ BTയുടെ നിരവധി ഫോർമുലേഷനുകൾ ലഭ്യമാണ്. കീടനിയന്ത്രണത്തിനായി നമുക്ക് അത്തരം ബാക്ടീരിയകൾ ഉപയോഗിക്കാം. ജീവികളുണ്ട്, ബാബൂരിയ ഫംഗസുകളുമുണ്ട്. അവയെയും പ്രയോഗിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച NPV പോലുള്ള ചില ബാക്കുലോ വൈറസുകളുണ്ട്. അതും ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ റാം കേവൽ,
കടുക് വിളകളിൽ മുഞ്ഞയുടെ ആക്രമണം. നമ്മൾ എപ്പോഴും ഇതേക്കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യാം? നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും കടുക് വിളകൾ 15 ഒക്ടോബർ മുതൽ 20 നവംബർ വരെ വിതയ്ക്കാനാണ്. അഥവാ നിങ്ങൾ നവംബർ 20 കൂടി നട്ട് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരാം, അതിൽ മുഞ്ഞ ഉണ്ടാകുന്നതായിരിക്കില്ല. മുഞ്ഞ പിടിക്കാനുള്ള സാധ്യത കടുക് കടന്നു പോകുന്നതാണ്. എന്നാൽ ഡിസംബറിൽ കടുക് നട്ടാൽ 25 നവംബറിന് ശേഷം നട്ടാൽ അതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഫെബ്രുവരിയിൽ ടെമ്പറേച്ചർ വളരെ കൂടും. ആ സമയം വളരെ വേഗത്തിൽ മുഞ്ഞയുടെ പ്രകോപം ഉണ്ടാകും. മുഞ്ഞയുടെ പ്രകോപം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഓരോ പൂവിലും നമ്മൾ 20-25 എണ്ണം മുഞ്ഞ കാണാൻ തുടങ്ങിയാൽ ആ സമയം നമ്മൾ വേപ്പെണ്ണ തളിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുശേഷവും ഫലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രകോപം കൂടുകയാണെങ്കിൽ നമ്മൾ കർഷകർക്ക് നിങ്ങൾ ഇമിഡാക്ലോഫൈഡ് 17.8 SL എന്നുള്ള മരുന്ന് വരുന്നുണ്ട്. അത് നിങ്ങൾ 10 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ 3 മുതൽ 5 ml നിങ്ങളത് ചേർക്കണം. 4 ml അല്ലെങ്കിൽ 5 ml കലക്കി നിങ്ങളത് തളിക്കുക. അപ്പോൾ ആ പ്രശ്നം കുറയുന്നതാണ്. നിങ്ങളുടെ വയലുകളിൽ കർഷകമിത്ര പ്രാണികളുമുണ്ട്. നമ്മൾ അവയെ സപ്തഭൃംഗി എന്ന് പറയുന്നു. അവയുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ ഒറ്റ തളിക്കൽ കൊണ്ട് തന്നെ അതും കൺട്രോൾ ആയിത്തീരും. കാരണം മിത്രപ്രാണികളെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. ഈ തളിക്കൽ എപ്പോഴും നിങ്ങൾ രാവിലെ ചെയ്യണം, അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുക. വളരെ നന്ദി സാർ, നിങ്ങൾ 3 പേർക്കും ഈ സെഷനിൽ ചേർന്നതിന്, കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഒരു ചെറിയ ബ്രേക്കിനായി നിൽക്കുകയാണ്, പക്ഷേ നിങ്ങൾ എങ്ങോട്ടും പോകരുത്. ചെറിയൊരു ബ്രേക്ക്, പെട്ടെന്ന് പോകും, പെട്ടെന്ന് തന്നെ മടങ്ങി വരും. കൃഷി ചൗപ്പാൽ കാണുകയാണ് നിങ്ങൾ. ബ്രേക്കിന് ശേഷം സ്വാഗതം നിങ്ങൾക്ക്. നിങ്ങൾ കാണുന്നു കൃഷി ചൗപ്പാൽ. കൃഷി ചൗപ്പാലിന്റെ ആ പടവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈ സെഷൻ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ സെഷനിലെ വിഷയമാണ് റബി വിളകളിലെ രോഗങ്ങൾ, കീടത്തിന്റെ നിയന്ത്രണം എന്നിവയാണ്. എന്നോടൊപ്പം ഈ വിഷയത്തിൽ ചേരുന്നു വളരെ പ്രധാനപ്പെട്ട അതിഥി. ഞാൻ പരിചയപ്പെടുത്താം. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ സഞ്ജീവ് കുമാർ, HOD ആണ്, വിള ഗവേഷണം ICAR RCER പട്നയിൽ നിന്നും. ഡോക്ടർ സഞ്ജീവ്, സ്വാഗതം അങ്ങേക്ക്. എന്നോടൊപ്പം ചർച്ചയിൽ ചേരുന്നു ഡോക്ടർ അഭിഷേക് കുമാർ ദുബെ, പ്രശസ്ത ശാസ്ത്രജ്ഞനാണ്, ICAR RCER പട്നയിൽ നിന്ന്. സ്വാഗതം സർ. നമസ്കാരം. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ കുമാരി ശുഭ, ശാസ്ത്രജ്ഞയാണ്, പച്ചക്കറി ശാസ്ത്രത്തിൽ വൈദഗ്ധ്യമുണ്ട്, ICAR RCER പട്നയിൽ നിന്നും. മാഡവും നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ശുഭ, അങ്ങേക്ക് സ്വാഗതം. ഏറ്റവും ആദ്യം ഡോക്ടർ സഞ്ജീവ് അങ്ങയിലേക്ക് വരികയാണ്. സർ, ഗോതമ്പ് കൃഷിയിൽ അമിതമായ കളകൾ സാധാരണ കാര്യമാണ്, പക്ഷേ അത്രയും ബുദ്ധിമുട്ടും തരുന്ന കാര്യമാണ്. നമ്മൾ അടിക്കടി ഇതേക്കുറിച്ച് പറയാറുണ്ട്. സർ, ഇത് നമുക്ക് എങ്ങനെ അകറ്റാം? ഗോതമ്പിൽ കാണപ്പെടുന്ന പ്രധാന കളയിനം ഫ്ലെറിഷ് മൈനർ ആണ്. ഇത് ഗേഹുക മാമ അല്ലെങ്കിൽ ഗുള്ളി ഡണ്ട എന്നും അറിയപ്പെടുന്നു. മഞ്ഞ സെഞ്ചി, വെളുത്ത സെഞ്ചി, കൃഷ്ണ നീൽ, സ്കാർലെറ്റ് പിമ്പർനെയിൽ, മക്കോയ്, കറുത്ത നൈറ്റ്ഷൈൽഡ് എന്നിവയുണ്ട്. ഇവയാണ് പ്രധാന കളകൾ. ഇതോടൊപ്പം സൺഗ്രാസ്, നട്ട് ഗ്രാസ് തുടങ്ങിയ പുല്ലിനങ്ങളും വലിയ അളവിൽ കാണപ്പെടുന്നു. ബീഹാറിലും കിഴക്കൻ ഇന്ത്യയിലും സമാനമായ ഈർപ്പമുള്ള കാലാവസ്ഥയുള്ളതിനാൽ കളകളുടെയും വ്യത്യസ്ത തരം കളകളുടെയും അളവ് വലിയ അളവിലുണ്ട്. അതിനാൽ ഒരു സംയോജിത കള നിയന്ത്രണം ആവശ്യമാണ്. വിതച്ചതിന് 72 മണിക്കൂറിനുള്ളിൽ ഗോതമ്പ് വിതയ്ക്കുകയാണെങ്കിൽ പെൻഡിമെത്തലിൻ എന്ന ഒരു കളനാശിനി ഉണ്ട്. എന്നാൽ അത് 72 മണിക്കൂറിനുള്ളിൽ പ്രയോഗിക്കണം. ഇതിനുശേഷം പോലും 25 മുതൽ 30 ദിവസത്തിനുള്ളിൽ കള അതും അതിജീവിച്ച് വളരുകയാണെങ്കിൽ സൾഫോസൾഫ്യൂറോണും മെറ്റ്സൾഫ്യൂറോണും ചേർന്ന ഒരു കളനാശിനിയുണ്ട്. ഏക്കറിന് 40 ഗ്രാം എന്ന തോതിൽ ഇത് തളിക്കണം. വീതി കൂടിയ കളയും ചെറിയ ഇലകളുള്ള കളയും ഇലയും എന്നീ ഇനങ്ങളിൽപ്പെട്ട കളകൾക്കുള്ള ഒരു കളനാശിനിയാണിത്. ഇവ രണ്ടും ഇത് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ഇതോടൊപ്പം 60 ദിവസത്തിനുള്ളിൽ മറ്റ് കളകൾ വന്നാൽ നമ്മൾ കൈകൊണ്ട് തന്നെ കള പറിക്കണം. കൈകൊണ്ട് കള പറിക്കുന്നത് വിളകൾക്ക് വളരെ നല്ലതാണ്. ഓക്കെ. ഇതോടൊപ്പം സുന്നെ ഉഴവ് വഴി നടത്തുന്ന കള നിയന്ത്രണവും. ഉഴുന്നതിന് തൊട്ടു മുമ്പ് 10 ലിറ്റർ വെള്ളത്തിൽ 80 മുതൽ 100 മില്ലി വരെ ഗ്ലൈഫോസേറ്റ് എന്ന കളനാശിനി ഒഴിച്ച് തളിക്കുന്നു. ഗോതമ്പ് മുളച്ചതിന് ശേഷം വളരുന്ന കളകളെ ഈ കീടനാശിനി തളിക്കുന്നത് കൊണ്ട് നിയന്ത്രിക്കാം. ഇത് എല്ലാം കൊണ്ടും വളരെ ഉപയോഗപ്രദമാണ്. ശരി സർ, ശരി. പല കൃഷിക്കാരും നമ്മോട് ചേരാൻ ആഗ്രഹിക്കുന്നു. മീനു ദേവി നമ്മോടൊപ്പം ചേരുന്നു. ബീനുജി, സ്വാഗതം അങ്ങേക്ക്. ചോദ്യം ചോദിച്ചോളൂ. നമസ്കാരം സർ. സർ, പയർ കൃഷിയിൽ കളകളെ എങ്ങനെ നിയന്ത്രിക്കാനും തടയാനും കഴിയും? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞു തരൂ. ഈ സീസണിൽ പയർവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്ന കളകളിൽ ഭൂരിഭാഗവും പൊതുവെ വീതിയേറിയ ഇലകളുള്ള കളകളാണ്. ഇവിടെ കളനാശിനി തിരഞ്ഞെടുക്കൽ വളരെ ശ്രദ്ധാപൂർവം നടത്തണം. കാരണം
പയർ ചെടികളും വീതിയേറിയ ഇലകളുള്ള ഇനത്തിൽപ്പെട്ടവയാണ്. ഈ സാഹചര്യത്തിൽ കളകളും വീതിയേറിയ ഇല ഇനത്തിൽപ്പെട്ടവയാണ്. ഇമാസൈത്തേപ്പർ എന്നറിയപ്പെടുന്ന ഒരു കളനാശിനി ലഭ്യമാണ്. ഹെക്ടറിന് 1.5 ലിറ്റർ എന്ന തോതിൽ ഈ കളനാശിനി തളിക്കുന്നതിലൂടെ വീതിയേറിയ ഇലകളുള്ള കളകളുടെ വളർച്ച പൂർണ്ണമായും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഈ കളകൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ല പരിഹാരം കൈകൊണ്ട് കളകൾ നീക്കം ചെയ്യുക എന്നതാണ്. ഇവിടെ കളകൾ കൈകൊണ്ട് പറിച്ചു കളയുന്നു. പയർവർഗ കൃഷിയിൽ കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. ശരി, ഡോക്ടർ അഭിഷേക് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ അഭിഷേക്, കടല പയറുവർഗ്ഗങ്ങളിലെ ഉഫ്ര രോഗം, വേര് ചെയ്യുന്ന പ്രശ്നം, എന്താണ് പരിഹാരം സാർ? ഈ രോഗനിയന്ത്രണത്തിന് 4 പ്രധാന കാര്യങ്ങൾ നാം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആദ്യത്തേത് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു വിളയുടെ തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തേത് വിത്ത് സംസ്കരണമാണ്. മൂന്നാമത്തേത് മണ്ണ് സംസ്കരണമാണ്. നാലാമത്തേത് ധാന്യങ്ങൾക്കും പയർ വർഗ്ഗ വിളകൾക്കും ഇടയിലുള്ള വിള ഭ്രമണമാണ്. അപ്പോൾ ഇനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പരിപ്പ് വിളകൾക്ക് IPL 220ഉം പയറിനായി സ്വർണ്ണലക്ഷ്മിയുമുണ്ട്. ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തതാണ്. ഈ 2 ഇനങ്ങൾക്കും ഉഫ്ര രോഗത്തെ തടയുന്നതിനുള്ള പ്രതിരോധ ശേഷിയുണ്ട്. നമ്മുടെ കർഷകർക്ക് ഈ ഇനങ്ങൾ കൃഷി ചെയ്യാൻ കഴിയും. ഇനി വിത്ത് സംസ്കരണത്തിന്റെ കാര്യം വരുമ്പോൾ ട്രൈക്കോഡെർമ അല്ലെങ്കിൽ കാർബോണ്ടസിം കാർബോക്സിൻ പോലുള്ള ചില രാസവസ്തുക്കളുണ്ട്. അല്ലെങ്കിൽ വിറ്റവാക്സ് പവർ എന്ന പേരിൽ വിപണിയിൽ ലഭ്യമായ കാർബോക്സിൻ, തിറം എന്നിവയുടെ മിശ്രിതമുണ്ട്. വിത്തുകൾ ഉപയോഗിച്ച് സംസ്കരിക്കാം. ട്രൈക്കോഡെർമ ഉപയോഗിച്ച് വിത്തുകൾ സംസ്കരിക്കുമ്പോൾ അതിന്റെ ഫോർമുലേഷൻ 1 കിലോ വിത്തിന് 6 മുതൽ 10 ഗ്രാം ആയിരിക്കണമെന്ന് ദയവായി ഓർമ്മിക്കുക. മറ്റ് ചില രാസവസ്തുക്കളാണെങ്കിൽ 1 കിലോ വിത്തിന് 2 ഗ്രാം എന്ന നിരക്കിൽ പ്രോസസ്സിംഗ് നടത്തണം. ഇതിനുശേഷം മണ്ണ് പുനരുദ്ധാരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചില രോഗകാരികൾ മണ്ണിൽ തന്നെ വസിക്കുന്നു. പിന്നീട് ട്രൈക്കോഡെർമ ചാണകവളത്തിൽ മുക്കി വയ്ക്കണം. പിന്നീട് വയലിൽ തളിക്കണം. ഈ ലായനി പ്രയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പോൾ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഈ രോഗം പിടിപെടാനുള്ള സാധ്യത കുറയും. നിങ്ങൾ ഈ നടപടികൾ പാലിക്കാതിരിക്കുകയും പിന്നീട് വിളകൾക്ക് ഈ രോഗങ്ങൾ ബാധിക്കുകയും ചെയ്താൽ രോഗനിയന്ത്രണം കൂടുതൽ കഠിനമാകും. ശരി, കർഷകരും നമ്മോടൊപ്പം ചേരുന്നു. രാജേന്ദ്രജി നമ്മോടൊപ്പം ചേരുകയാണ്. സാർ ചോദിക്കൂ, എന്താണ് ചോദിക്കാനുള്ളത് എക്സ്പേർട്സിനോട്? സർ, രാസചികിത്സകൾക്ക് പുറമെ വിളകളിലെ രോഗങ്ങൾ തടയാൻ മറ്റെന്തെല്ലാം രീതികൾ പ്രയോഗിക്കാനാകുമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതിന് നിരവധി മാർഗങ്ങളുണ്ട്. ആദ്യത്തേത് രോഗങ്ങൾ തടയാൻ കഴിവുള്ള കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ നിങ്ങൾ നടണം. രണ്ടാമത്തേത് വേനൽക്കാലത്ത് നിങ്ങൾ വയലുകൾ ആഴത്തിൽ ഉഴുതുമറിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മണ്ണിൽ കിടക്കുന്ന രോഗകാരികൾ ഉപരിതലത്തിലേക്ക് വരും. അവയുടെ പ്രഭാവം കുറയും. ധാരാളം സസ്യജാലങ്ങളുമുണ്ട്. നിങ്ങൾക്ക് വേപ്പെണ്ണയും ഉപയോഗിക്കാം. അത് വളരെ സഹായകരമാണ്. ജൈവ പച്ചിലവളം, ബയോചാർ തുടങ്ങിയ ചില ജൈവ ഘടകങ്ങളുമുണ്ട്. മണ്ണിൽ അവ പ്രയോഗിക്കുന്നത് സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കും, രോഗങ്ങൾ കുറയും. അവസാന ഓപ്ഷനായി മാത്രമേ രാസകീടനാശിനികൾ ഉപയോഗിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. ഡോക്ടർ ശുഭ, ഗ്രീൻ പീസിന്റെ വിള, അതിലുള്ള ചൂർണിയില സീത, പിന്നെ വേര് ചെയ്യുന്ന പ്രശ്നം, ഇത് നിങ്ങൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു മാം? ദിവസം തോറും താപനില വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പച്ച പയർ ചെടികളിലും കായ്കൾ രൂപം കൊള്ളുന്ന സമയമാണിത്. ഹിന്ദിയിൽ ചൂർണിൽ അസിത എന്നറിയപ്പെടുന്ന പൗഡറി മിൽഡ്യൂ രോഗമാണ് പച്ചപ്പയർ വിളകളിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗം. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പയർ വിളകളിൽ പൗഡറി മിൽഡ്യൂ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വയലിൽ ഗ്രീൻ പീസ് നടരുതെന്ന് ഞാൻ ഇവിടെയുള്ള നമ്മുടെ കർഷക സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു. കാരണം നിങ്ങളത് വീണ്ടും നട്ടുപിടിപ്പിച്ചാൽ അത് രോഗത്തിന്റെ കാരണക്കാരാണ്. അത് നിങ്ങളുടെ വിളകളെ എളുപ്പത്തിൽ പുനരുൽപ്പാദിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അതിനാൽ ഈ വർഷം വിള ഭ്രമണത്തിൽ ആ വിള നടരുത്. രണ്ടാമതായി നിങ്ങൾക്ക് വിത്ത് പ്രോസസ്സ് ചെയ്യാം. ട്രൈക്കോഡെർമ ഉപയോഗിച്ച് വിത്ത് പ്രോസസ്സ് ചെയ്യുന്നത് പോലെ നിങ്ങൾ 1 കിലോ വിത്തിന് 4 ഗ്രാം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രോഗത്തിനുള്ള സാധ്യത കുറയും. നിങ്ങളുടെ കൃഷിയിടത്തിൽ ഇതിനകം പൗഡറി മിൽഡ്യൂ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സൾഫർ പൊടി ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിന് 3 ഗ്രാം എന്ന തോതിൽ സൾഫർ പൊടി തളിക്കുകയാണെങ്കിൽ അത് രോഗം തടയാൻ കഴിയും. ഇതിനു പുറമെ പൗഡറി മിൽഡ്യൂവിനെതിരെ കാരത്തൈൻ വളരെ ഫലപ്രദമായ ഒരു കീടനാശിനി സ്പ്രേ ആണ്. ലിറ്ററിന് 1.5 മില്ലി എന്ന തോതിൽ തളിച്ചാൽ അത് രോഗം തടയും. ഇനി നമുക്ക് രണ്ടാമത്തെ രോഗത്തെക്കുറിച്ച് സംസാരിക്കാം.
അതിനെ റൂട്ട് റോട്ട് എന്ന് വിളിക്കുന്നു. ഈ രോഗം തടയാൻ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഈ വിത്തുകൾ മൂലമുണ്ടാകുന്ന ഒരു രോഗമായതിനാൽ ദയവായി വിത്ത് സംസ്കരണം നടത്തുക എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളഭ്രമണം ആരംഭിക്കാം. നിങ്ങളുടെ ചെടികളിൽ ഏതെങ്കിലും രോഗത്തിന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ പ്രദേശങ്ങളിലെ ജലസേചനം നടത്തരുത്. കാരണം രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പകരുന്നത് വെള്ളത്തിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ വയലിൽ ജലസേചനം നടത്തുകയാണെങ്കിൽ അത് നിങ്ങളുടെ വയലിനെ പൂർണ്ണമായി നശിപ്പിക്കും. കുമിൾനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊരു ഫംഗസ് രോഗമാണ്. ഉദാഹരണത്തിന് അതിന്റെ പ്രതിരോധത്തിനായി നിങ്ങൾക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് തളിക്കാം. ഈ രീതികളെല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ വയലുകളിൽ ഗ്രീൻ പീസ് ശരി. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. ശരി, കർഷകരും നമ്മോടൊപ്പമുണ്ട്. ഗുഡ്ഡു പ്രധാൻ നമ്മോട് ചേരുന്നു. ഗുഡ്ഡു പ്രധാൻജി, അങ്ങയുടെ ചോദ്യം ചോദിച്ചോളൂ. എൻ്റെ ചോദ്യം കോളിഫ്ലവറുമായി ബന്ധപ്പെട്ടതാണ്. സർ, ചിലപ്പോൾ കോളിഫ്ലവർ വിളകളിൽ ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട്. പൂക്കൾ വളരെ ലൂസാണ്. അവയിൽ വിള്ളലുകൾ ഉണ്ട്. വളരെ ചെറുതുമാണ്. വിപണിയിൽ അവയ്ക്ക് നല്ല വില ലഭിക്കുന്നില്ല. ദയവായി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറയാവോ? കോളിഫ്ലവറിനെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഈ ചോദ്യം ക്യാബേജിനും ബാധകമാണ്. എന്നിരുന്നാലും കോളിഫ്ലവറിന്റെ കാര്യത്തിൽ 3 വ്യത്യസ്ത ഇനങ്ങളുണ്ട്. നേരത്തെ വിളയുന്ന ഇനം, അതായത് നേരത്തെ വിളയുന്ന ഇനം വളരെ നേരത്തെ വിപണിയിൽ വരുന്നു. രണ്ടാമത് ഒരു മധ്യ സീസൺ ഇനമുണ്ട്. ഒടുവിൽ വൈകി വിളയുന്ന ഇനമുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതിനകം തന്നെ അറിയാമായിരിക്കും. നിങ്ങൾ സീസണിന്റെ തുടക്കത്തിൽ വൈകി വിളയുന്ന ഇനം നട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ വിളയുന്ന ഇനം അവസാന സീസണിലോ നട്ടാൽ ഈ പ്രശ്നം ഉയർന്നു വരും. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന വിത്തുകൾ നേരത്തെ വിളയുന്ന ഇനമാണോ അതോ വൈകി വിളയുന്ന ഇനമാണോ എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ നിങ്ങളുടെ പ്ലോട്ടിൽ നൈട്രജന്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കോളിഫ്ലവറുകൾ ലഭിക്കും. അവയ്ക്ക് വിപണിയിൽ നല്ല വില ലഭിക്കില്ല. അവയുടെ ഭാരം സാധാരണ ഭാരമാവില്ല. നിങ്ങൾക്ക് ഇത് തടയാൻ കഴിയും. മണ്ണിൽ നൈട്രജന്റെ കുറവുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതിനു പുറമെ മണ്ണിലെ ഈർപ്പം ശരിയായ അളവിലുണ്ടോ എന്ന് പരിശോധിക്കുക. കാരണം ചിലപ്പോൾ മണ്ണിൽ ശരിയായ ഈർപ്പത്തിന്റെ അഭാവം വിളകളുടെ മോശം വളർച്ചയ്ക്ക് കാരണമാകും. കൂടാതെ റബി സീസണിലെ എല്ലാ പച്ചക്കറികളും വെള്ളത്തോട് വളരെ സെൻസിറ്റീവ് ആണെന്ന് നമുക്കറിയാം. അതിനാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഈ സീസണിൽ നിരവധി രോഗങ്ങൾ കാണപ്പെടുന്നു. ഈ വശങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ മറ്റൊരു തരം രോഗമുണ്ട്. അവിടെ നിങ്ങൾക്ക് കോളിഫ്ലവറിൽ പുള്ളി കാണാൻ കഴിയും. ഇവിടെ ഈ വർഷത്തെ പോലെ പെട്ടെന്ന് താപനില വർദ്ധിച്ചാൽ ഈ റബി സീസണിൽ അത്ര തണുപ്പുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു. അതിനാൽ താപനിലയിലെ പെട്ടെന്നുള്ള വർധനവ് കോളിഫ്ലവർ കൃഷിക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കി. വിളകളിൽ ചെറിയ പുള്ളിക്കുത്തുകൾ കണ്ടെത്തി. താപനിലയിലെ പെട്ടെന്നുള്ള വർധനവ് മൂലമാണിത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും താപനിലയിലെ വർധനവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ വയലിലെ താപനില കുറയ്ക്കുകയും വേണം. അത്തരം സന്ദർഭങ്ങളിൽ കോളിഫ്ലവർ വയലിൽ നിങ്ങൾക്ക് ചില തണൽ ക്രമീകരണങ്ങൾ നടത്താം. ഇതിനു പുറമെ നിങ്ങൾ ശരിയായ സമയത്ത് വിളവെടുക്കേണ്ടതുണ്ട്. ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ തടയാവുന്നതാണ്. അപ്പോൾ ശരി, ഈ ചെറിയ ശ്രമങ്ങൾ നിങ്ങളത് സ്വീകരിക്കേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ കൃഷിയിൽ നോക്കിക്കോളൂ എത്ര ഗുണമുണ്ടാകുന്നെന്ന്. സത്യത്തിൽ കോളിഫ്ലവറിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ കറുത്ത ചെഞ്ചിയൽ, ഈ പൊഴിയുക തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടുതലാണ്. ഇത് എങ്ങനെ മാനേജ് ചെയ്യാം? ഈ കാര്യങ്ങളെല്ലാം വെറും 30 സെക്കൻഡിൽ മാനേജ് ചെയ്യണം. ടാസ്ക് അങ്ങേക്കുമുണ്ട്. പറഞ്ഞാട്ടെ മാം. ഒന്നാമതായി ഈ താരൻ രോഗത്തെക്കുറിച്ച് ഞാൻ ശരി. നിങ്ങളോട് പറയാം. ഇതൊരു ഫംഗസ് രോഗമല്ല, ഇതൊരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ രോഗങ്ങൾ കൂടുതൽ വേഗത്തിൽ പടരുന്നു. മഴക്കാലത്ത് നമ്മൾ കോളിഫ്ലവർ ഇലകൾ മുറിക്കുമ്പോൾ ബാക്ടീരിയ ചെടിക്കുള്ളിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഇത് പടരുന്നത്. ഇത് കോളിഫ്ലവർ ചെടിക്കുള്ളിലേക്ക് പോയി അതിൽ വളരുന്ന കായ്കൾ ചീഞ്ഞഴുകി പോകുന്നു. കർഷകരോട് നിങ്ങളുടെ കൃഷിയിടത്തിൽ ഏതെങ്കിലും രോഗം ശരി. ബാധിച്ച ചെടി കണ്ടാൽ ഉടൻ തന്നെ അത് പറിച്ചെടുത്ത് നശിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം മറ്റു രോഗകാരികളെ അപേക്ഷിച്ച് ബാക്ടീരിയ രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനു പുറമെ ഇതൊരു ബാക്ടീരിയ രോഗമായതിനാൽ നിങ്ങൾ ആന്റി ബാക്ടീരിയൽ ഏജന്റുകൾ പ്രയോഗിക്കണം. ഉദാഹരണത്തിന് കസുഗാമൈസിൻ. നിങ്ങൾക്ക് ഇത് ഏക്കറിന് 400 മില്ലി എന്ന തോതിൽ പ്രയോഗിക്കാം. ഇതിനു പുറമെ പൂസ ശുഭ്ര പോലുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള കോളിഫ്ലവർ ഇനം നിങ്ങൾക്ക് നടാം. രണ്ടാമത്തെ പ്രധാന രോഗം മൃദു അസിത രോഗമാണ്. ഇത് പ്രധാനമായും കോളിഫ്ലവർ, ക്യാബേജ്, പിന്നെ ശൈത്യകാലത്ത് വളർത്തുന്ന മറ്റ് ഇലക്കറികൾ എന്നിവയിലാണ് കാണപ്പെടുന്നത്. ഇത് തടയാൻ ഈർപ്പം കൂടുതലുള്ള ദിവസങ്ങളിൽ വയലിൽ ജലസേചനം നടത്തരുതെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. കാരണം കൃഷിയിടത്തിൽ ഈർപ്പം കൂടുതലാണെങ്കിൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ദയവായി ഇത് ഓർമ്മിക്കുക. മൃദു അസിത രോഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഒരു ഫംഗസ് രോഗമാണ്. ഈ രോഗം തടയാൻ നിങ്ങൾക്ക് കോപ്പർ ശരി. ഓക്സിക്ലോറൈഡ് പോലുള്ള സാധാരണ കുമിൾനാശിനികൾ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വിത്ത് സംസ്കരണം പരിശീലിക്കാം. അതുപോലെ നിങ്ങൾ ഓപ്റ്റിമൽ ജലസേചനം ഉറപ്പാക്കണം. ആവശ്യത്തിന് ജലവിതരണം ഉണ്ടെങ്കിൽ, കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലെങ്കിൽ, ഈ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കോളിഫ്ലവർ കൃഷിയിലെ പ്രധാന രോഗങ്ങൾ തടയാൻ നിങ്ങൾക്ക് കഴിയും. ശരി, നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ സംസാരിക്കും ആധുനിക ടെക്നിക്കുകൾ മുഖേന നിങ്ങൾക്ക് എങ്ങനെ വിള പരിപാലനം നടത്താമെന്ന്. ഓരോ പോയിന്റും മൈന്യൂട്ടായി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നോടൊപ്പം ചില വിശിഷ്ടാതിഥികൾ ഈ സെഷനിൽ ചേരുന്നു. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ വികാസ് സർക്കാർ, പ്രിൻസിപ്പൽ സയന്റിസ്റ്റ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയർ,
ICAR RCER ൽ നിന്ന് ഡോക്ടർ വികാസ്. സ്വാഗതം അങ്ങേക്ക്. നമസ്കാരം. എന്നോടൊപ്പം ഡോക്ടർ ആരതി കുമാരി ചേരുന്നു. ശാസ്ത്രജ്ഞയാണ്, മണ്ണ് ബാർലി സംരക്ഷണം. ICAR RCER. ഡോക്ടർ ആരതി അങ്ങേക്ക് സ്വാഗതം. നമസ്കാരം. എന്നോടൊപ്പം ഡോക്ടർ മീനു കുമാരി ചേരുന്നു. ശാസ്ത്രജ്ഞയാണ്, പച്ചക്കറി ശാസ്ത്രം, ICAR RCER. മാഡം സ്വാഗതം അങ്ങേക്ക്. ഏറ്റവും ആദ്യം ഡോക്ടർ വികാസ് അങ്ങയിലേക്ക് എത്തുകയാണ് ഞാൻ. സാർ, നിരന്തരമായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ടെക്നിക്കുകളിലൂടെ കർഷകരെ എക്യുപ്ഡ് ആക്കണം, മനസ്സിലാക്കി കൊടുക്കണം, പിന്നെ പറഞ്ഞു കൊടുക്കണം വിളകളെ എങ്ങനെ പരിപാലിക്കാമെന്നും. ഇതിൽ പിന്നെ ഡ്രോൺ ടെക്നിക്കും ഉണ്ടല്ലോ സാർ. ഈ ഡ്രോൺ ടെക്നിക് എത്ര ഫലപ്രദമാണ് സാർ? സർ, ഡ്രോൺ സാങ്കേതിക വിദ്യ, ഇന്ന് നിലവിലുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യ അതെ. ഒരു പുതിയ തന്ത്രമാണ്. ഇത് 3-4 വർഷത്തിലേറെയായി ഉപയോഗത്തിലുണ്ട്. ഇത് വളരെ വേഗത്തിൽ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗോതമ്പ്, പരിപ്പ് വർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ റബി വിളകളിൽ പോലും നമുക്ക് കീടനാശിനികൾ തളിക്കാൻ കഴിയും. ഇപ്പോൾ എല്ലാ വിളകളിലും തളിക്കുന്നതിന് ഞങ്ങൾ ഈ രീതി ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ ഡ്രോണിന് നിരവധി സാങ്കേതിക വിദ്യകളും മറ്റ് നിരവധി ഉപയോഗങ്ങളുമുണ്ട്. വിളയുടെ വളർച്ചാ നിരക്ക്, വിളകളുടെ പഠനം, മണ്ണിൻ്റെ വിതരണം, രോഗനിയന്ത്രണം, കീടനിയന്ത്രണം, ജലസേചന മാനേജ്മെൻറ്റ്, മണ്ണിൻ്റെ ഈർപ്പം, ഇവയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം എന്നിവ നിരീക്ഷിക്കാനും രേഖപ്പെടുത്താനും ഞങ്ങൾക്ക് കഴിയും. കാരണം ഈ ഡ്രോണുകൾക്കുള്ളിൽ ഒരു സെൻസറുണ്ട്. ഈ സെൻസറുകളിലൂടെ നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും. ഇപ്പോൾ രാജ്യത്ത് ഡ്രോണുകൾ വഴി ധാരാളം ജോലികൾ നടക്കുന്നുണ്ട്. വിളകളിൽ കീടനാശിനികൾ പ്രയോഗിക്കുന്നതിന് ഞങ്ങൾ അവ ഉപയോഗിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ 1-2 വർഷത്തിനുള്ളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട്സ് നേടാൻ കഴിയും. ശരി, അപ്പോൾ പരമ്പരാഗത രീതികൾക്കൊപ്പം ഈ ടെക്നിക്ക് നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ശരി സാർ. കർഷകരും നമ്മോടൊപ്പം ചേരുന്നു. സുശീൽ കുമാർ നമ്മോടൊപ്പം ചേരുന്നു. സുശീൽ ജി, സ്വാഗതം അങ്ങേക്ക്. ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് ചോളം, ഗോതമ്പ്, പയർ എന്നിവ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരൊറ്റ യന്ത്രം ഉപയോഗിച്ച് ഇത് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? നന്ദി ശ്രീ സുശീൽ. അതെ, ഒരു യന്ത്രമുണ്ട്. അത് ഏറ്റവും ആധുനികമായ യന്ത്രങ്ങളിൽ ഒന്നാണ്. ഇതിനെ മൾട്ടി ക്രോപ്പ് ഇൻക്ലൈൻഡ് പ്ലാന്റർ എന്ന് വിളിക്കുന്നു. മൾട്ടി ക്രോപ്പ് ഇൻക്ലൈൻഡ് പ്ലാന്റർ. ഇതിലൂടെ നിങ്ങൾക്ക് ഇടത്തരം മുതൽ വലിയ വിളകളുടെ വരെ വിത്ത് വിതയ്ക്കാം. ചോളം, ഗോതമ്പ്, ജോവർ, പയർ എന്നിവയുടെ വിത്തുകൾ നിങ്ങൾക്ക് വിതയ്ക്കാം. നിങ്ങൾക്ക് 4 തരം വിത്തുകളും വിതയ്ക്കാം. ഇടത്തരം മുതൽ വലിയ ധാന്യങ്ങൾ വരെ വിവിധ വലുപ്പത്തിലും തരത്തിലുമുള്ള ധാന്യങ്ങൾ എന്നിവയ്ക്കായി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ്, വിവിധ വലുപ്പത്തിലും തരത്തിലുമുള്ള ധാന്യങ്ങൾ എന്നിവയ്ക്കായി ഒരു ചെരിഞ്ഞ പ്ലേറ്റ് ലഭിക്കും. നിങ്ങൾക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് ലഭിക്കും. ദയവായി ആ പ്ലേറ്റ് വാങ്ങുക. വാങ്ങിയതിനു ശേഷം നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം പ്ലേറ്റ് മാറ്റാവുന്നതാണ്. ഒരു റേഞ്ച് ഉണ്ട്. റേഞ്ച് ഉപയോഗിച്ച് നട്ട് ബോൾ തുറക്കുക. അത് തുറന്ന് അത് ഫിക്സ് ചെയ്യുക. ഇത് വെറും 5 മിനിറ്റ് ജോലിയാണ്. നിങ്ങൾ പ്ലേറ്റ് മാറ്റിയാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ ശ്രമങ്ങൾ നടത്താവുന്നതാണ്. അതിലൂടെ താങ്കൾക്ക് ഗുണം എത്തിച്ചേരുന്നതാണ്. ശരി, ഡോക്ടർ ആരതി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ആരതി, വാട്ടർ മാനേജ്മെന്റ് എല്ലാ കാര്യത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റബി വിളകളിലുള്ള വാട്ടർ മാനേജ്മെന്റ്. പക്ഷേ എനിക്കിതിൽ അങ്ങയിൽ നിന്ന് ആധുനിക ടെക്നിക്കാണ് മനസ്സിലാക്കേണ്ടത്. ഏത് ആധുനിക ടെക്നിക്കാണ് റബി വിളകളുടെ വാട്ടർ മാനേജ്മെന്റിനായി പ്രയോജനപ്പെടുന്നത്? ഇതിന് കീഴിൽ കർഷകർക്ക് സൂക്ഷ്മ ജലസേചന സംവിധാനം ഉപയോഗിക്കാം. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജലസേചന ചെലവിന്റെ 80 മുതൽ 90% വരെ ലാഭിക്കാൻ കഴിയും. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള നിരവധി തരം ജലസേചനങ്ങളുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജലസേചന ചെലവിന്റെ 50 മുതൽ 70% ലാഭിക്കാൻ കഴിയും. അതോടൊപ്പം നിങ്ങൾ പച്ചക്കറികൾ, പഴങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദീർഘകാല വിളകൾ അല്ലെങ്കിൽ മറ്റ് തോട്ടവിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ സംവിധാനം വളരെ സഹായകരമാകും. രണ്ടാമത്തേത് വെള്ളം തളിക്കുന്ന സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ്. ഗോതമ്പ് കൃഷിയിലും പയർവർഗ്ഗ കൃഷിയിലും ചോളം കൃഷിയിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കൂടാതെ ഇക്കാലത്ത് സർക്കാർ പുഷ്പകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ പുഷ്പകൃഷിക്ക് നിങ്ങൾക്ക് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉപയോഗിക്കാം. കൂടാതെ സാങ്കേതിക വിദ്യയുടെ ഈ യുഗത്തിൽ സെൻസർ അധിഷ്ഠിത, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അധിഷ്ഠിത സ്മാർട്ട് ഇറിഗേഷൻ സംവിധാനം അവതരിപ്പിച്ചു കഴിഞ്ഞു. കർഷകർക്ക് ഇതുപയോഗിച്ച് അവരുടെ സമയവും അധ്വാനവും ലാഭിക്കാനും കഴിയും. ഈ സാങ്കേതിക വിദ്യ പ്രയോഗിക്കാൻ കഴിയാത്ത ചെറുകിട നാമമാത്ര കർഷകർക്ക് കുറഞ്ഞ ചെലവിൽ ടാങ്ക് അധിഷ്ഠിത ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായ ജല മാനേജ്മെന്റ് നടത്താനും കഴിയുന്നതാണ്. ശരി, ഡോക്ടർ മീനുവും നമ്മോടൊപ്പം ഉണ്ട്. അങ്ങയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കർഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
ഡോക്ടർ മീനു, അങ്ങയോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമ്മളുടെ കർഷകനെ സ്വീകരിച്ചോട്ടെ. ദേവേന്ദ്രജി നമ്മോടൊപ്പം ഉണ്ട്. ദേവേന്ദ്രജി, സ്വാഗതം അങ്ങേക്ക് കൃഷി ചോപ്പാലിലേക്ക്. ചോദ്യം ചോദിച്ചോളൂ. വൈദ്യുതിയുടെ സഹായമില്ലാതെ ജലസേചനം നടത്താൻ കഴിയുന്ന ചില യന്ത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാൻ കഴിയുമോ? ഇപ്പോൾ സോളാർ പാനലുകൾ ഉപയോഗിച്ച് സൗരോർജ്ജ അധിഷ്ഠിത ജലസേചന പമ്പുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഇല്ലാതെ നിങ്ങളുടെ വയലുകളിൽ ജലസേചനം നടത്താം. എന്നാൽ എല്ലാ കർഷക സഹോദരന്മാരും ഓർമ്മിക്കേണ്ട കാര്യം ഭൂഗർഭജലം വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നതാണ്. അപ്പോൾ നിങ്ങൾ സൗരോർജ്ജാധിഷ്ഠിത ജലസേചന പമ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദയവായി ശരിയായ പമ്പ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യം ഇതാണ്: കേന്ദ്ര സർക്കാരിന്റെ PM കുസും യോജനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ സൗരോർജ്ജ അധിഷ്ഠിത ജലസേചന പമ്പുകൾ ഉപയോഗിച്ച് 50 മുതൽ 75% സബ്സിഡി നേടാം. അപ്പോൾ 100% ഡ്രിപ്പ് ഇറിഗേഷൻ അധിഷ്ഠിത പമ്പ് ഉപയോഗിക്കാനും കഴിയും. പക്ഷേ ഡോക്ടർ മീനു, പല ചോദ്യങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാന കാര്യം മണ്ണ്, ജലം, അങ്ങനെ പ്രകൃതി വിഭവങ്ങൾ എന്തായാലും അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം, അതിൽ നമ്മൾ ഗ്രാഫ് നോക്കിയാൽ വളരെ ഡൗൺ ആകുന്നുണ്ട്. മാഡം, ഈ ഗ്രാഫ് നമുക്ക് എങ്ങനെ ഉയർത്താം? പിന്നെ റബി വിളകൾക്ക് മാനേജ്മെന്റിൽ ഏത് വിധത്തിൽ ഇതിനെ ഉൾപ്പെടുത്താം? തീർച്ചയായും നമ്മളിപ്പോൾ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മണ്ണ്, വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ പരിമിതമായ അളവിൽ മാത്രമേ ലഭ്യമാകൂ എന്ന് നമുക്കറിയാം. അതിനാൽ ഈ പരിമിതമായ വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം വളരെ പ്രധാനമാണ്. പച്ചക്കറി കൃഷിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിലൊരു സാങ്കേതിക വിദ്യയുണ്ട്. അതിനെ റെയ്ഡ് ബെഡ് ടെക്നോളജി എന്ന് വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ അതിനെ ഉഡിത് ക്യാരി സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു തടത്തിൽ പച്ചക്കറി വിളകൾ നടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിത്തുകൾ നടണമെങ്കിൽ അവ ഈ തടങ്ങളിലും വിതയ്ക്കണം. ഈ തടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വളരെ ചെറിയൊരു സാങ്കേതികതയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 60 സെന്റിമീറ്റർ വീതിയുള്ള ഒരു തട നിർമ്മിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വയലിനനുസരിച്ച് അതിന്റെ നീളം നിലനിർത്താം. അത്തരം തടങ്ങൾ നിർമ്മിച്ച ശേഷം മണ്ണിലേക്ക് വെള്ളം തുള്ളിയായി ഒഴിക്കുന്നിടത്ത് നിങ്ങൾക്ക് അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കാം. അത്തരം സംവിധാനത്തിന് നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കും. കൂടാതെ ലാറ്ററൽ പൈപ്പുകൾ വിന്യസിക്കുകയും ഡ്രിപ്പ് ഇറിഗേഷന്റെ ഗുണങ്ങൾ നേടുകയും ചെയ്യാം. മൂന്നാമത്തെ തരം പോളിമൾച്ചിന്റെ ഉപയോഗമാണ്. നിങ്ങൾക്ക് പോളിമൾച്ച് ഉപയോഗിക്കാം. പോളിമൾച്ച് ഉപയോഗിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, വിളകളിലെ നിരവധി രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജലസേചനത്തിലൂടെ രോഗങ്ങൾ പടരുന്നത് തടയുന്നതിനുള്ള ഫലപ്രദമായ ഒരു രീതിയാണിത്. രണ്ടാമതായി, ചെടിയുടെ വേരുകൾക്ക് സമീപമുള്ള മൈക്രോ ക്ലൈമറ്റ് അല്ലെങ്കിൽ താപനില നിലനിർത്തും. അപ്പോൾ പോളിമൾച്ച് വിളകളുടെ വേരിൽ ശരിയായ താപനില നിലനിർത്തുന്നു. അതുപോലെ എല്ലാ വിളകളിലും നിങ്ങൾക്ക് ഉയർത്തിയ ബെഡ് സാങ്കേതികവിദ്യയും ഡ്രിപ്പ് മൾച്ച് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിക്ക് ഇത് വളരെ നല്ല സാങ്കേതികവിദ്യയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സാങ്കേതികവിദ്യ പോട്രേ സാങ്കേതികവിദ്യയാണ്. പോട്രേ വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാണ്. നിങ്ങൾ തുല്യ അളവിൽ കോക്കോ പീറ്റും മണ്ണിര കമ്പോസ്റ്റും എടുത്ത് പ്രോട്രേയിലെ കോശങ്ങൾ നിറയ്ക്കണം. പ്രോട്രേയിലെ ഓരോ കോശത്തിലും നിങ്ങൾക്ക് വിത്തുകൾ ഓരോന്നായി നടാം. പ്രോട്രേ രീതി ഉപയോഗിക്കുന്നതിന് മറ്റൊരു ഗുണമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കൃഷി ചെയ്യാൻ കഴിയും. വയലുകളിൽ വേറെ കൃഷി ഇറക്കിയിരിക്കുന്ന സമയത്തും പ്രോട്രേകളിൽ വിളകൾ കൃഷി ചെയ്യാൻ കഴിയും. ശരി, നീലംജി നമ്മോടൊപ്പം ചേരുന്നു. നീലംജി, അങ്ങേക്ക് സ്വാഗതം. ചോദ്യം ചോദിച്ചോളൂ. ഞാൻ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. പച്ചക്കറികൾ വിൽക്കുന്നതിലൂടെ എനിക്ക് ലാഭമൊന്നും ലഭിക്കുന്നില്ല. സീസൺ അല്ലാത്ത സമയത്ത് പച്ചക്കറി കൃഷി എങ്ങനെയാണ് ചെയ്യുക? നന്ദി നീലം, അത് വളരെ നല്ല ചോദ്യമാണ്. വളരെ ലളിതമായൊരു സാങ്കേതിക വിദ്യയുണ്ട്. സീസണൽ അല്ലാത്ത കൃഷിക്ക് എളുപ്പമുള്ള സാങ്കേതിക വിദ്യ. ഇതിനെ പോളി ടണൽ സാങ്കേതിക വിദ്യ എന്ന് വിളിക്കുന്നു. സാധാരണയായി ഡിസംബർ മാസത്തിലെ കടുത്ത ശൈത്യകാലത്ത് തുറന്ന നിലങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം താപനില വളരെ കുറവായിരിക്കും. എന്നിരുന്നാലും പോളി ടണൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഡിസംബറിൽ വിത്ത് നടാനും ഒരു സസ്യ നഴ്സറി സൃഷ്ടിക്കാനും കഴിയും. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് സുതാര്യമായ വെളുത്ത നിറത്തിലുള്ള പോളിത്തീൻ ഉപയോഗിച്ച്, ഇവ പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കളാണ്, ഇവ ഉപയോഗിച്ച് ഒരു തുരങ്കം പോലുള്ള ഘടന ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങൾ ഒരു തുരങ്കം പോലെ നിർമ്മിച്ച് ഇരുവശത്തു നിന്നും മണ്ണിൽ പ്ലാസ്റ്റിക് അമർത്തി വയ്ക്കുക. അത് ഒരു പോളി ടണലായി മാറും. തുരങ്കത്തിനുള്ളിലെ താപനില പുറത്തുള്ളതിനേക്കാൾ 10 മുതൽ 12 ഡിഗ്രി വരെ കൂടുതലായിരിക്കുമെന്ന് നിങ്ങൾക്ക് കാണാനാകും. അപ്പോൾ ഈ രീതിയുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൽ വിത്ത് നടാം. ഇക്കാലത്ത് സാധാരണയായി നിങ്ങൾക്ക് വിളകൾ നടാൻ പോലും കഴിയില്ല. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് തുരങ്കങ്ങളിൽ വിത്ത് നടാം, തൈകളും നടാം. ഈ രീതിയിലൂടെ നിങ്ങളുടെ പച്ചക്കറികൾ 15 മുതൽ 20 ദിവസം മുമ്പ് വിപണിയിലെത്തും. കൂടാതെ ഇത് നിങ്ങളെ സാമ്പത്തിക ലാഭത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എന്റെ പക്കൽ സമയം ഇത്രയേ ഉള്ളായിരുന്നു ഈ സെഷനിൽ. 3 പേർക്കും വളരെയധികം നന്ദി അറിവുകൾക്ക്. നിങ്ങൾ എല്ലാവരും വന്നതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഈ വേദിയിൽ ചോദ്യങ്ങൾ പറയുക മാത്രമല്ല, അവകാശവാദങ്ങളില്ല. ഇവിടെ പരിഹാരങ്ങളാണ് നൽകുന്നത്, ഗ്യാരണ്ടിയാണ് നൽകുന്നത്, സൊല്യൂഷൻ നൽകുന്നു. കാര്യം നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു. ഞങ്ങളോടൊപ്പം ചേരുന്നത് തുടരുക. ഈ യാത്രയിൽ തുടർന്നുകൊണ്ടേയിരിക്കൂ. യാത്ര വളരെ നീണ്ടതാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഏവരും എന്റെ സഹയാത്രികരാണ്. ആ പ്രതീക്ഷ എനിക്കുണ്ട്. ആ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കൃഷി ചോപ്പാലിന്റെ ഈ മികച്ച ഈ സെഗ്മെന്റ് പട്നയിൽ നിന്നുള്ളത് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിറഞ്ഞ കയ്യടിയോടെ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു.